സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തുതി, you can leave now because the rest of the program is going to be in full Malayalam. Okay, sir. Thank you, sir. Yeah, bye. So, സ്വാഗതം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾമോസ്റ്റ് 1 hour ആണ് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടി വെച്ചിട്ട് നമുക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ല. ധാരാളം ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ എൻ്റെ വീക്ഷണത്തിൽ നിന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്ലാസ് ഏറെ ഭംഗിയായി തീരും. ഒരു വിഷയത്തെപ്പറ്റി ഞാൻ 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിരിക്കട്ടെ, 11ാമത് ഒരു കൂട്ടം പറയാനുണ്ടായിരിക്കും. അത് നിങ്ങൾ കാണും. അത് നിങ്ങളോട് ചോദിക്കുമ്പം എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലാകും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മനസ്സിലാകും. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. So I welcome all of you to this session, and today the master of the program is going to be Mr. Sumit. Sumit, are you available anywhere on the platform? Yes, sir. Indeed, I'm here. Yes. And you know the chronological order of people raising their hands? Yes, sir. Absolutely. Okay. Accordingly, you should, unmute them, and they will unmute themselves and questions will be raised. നമുക്ക് ഇന്നിങ്ങനെ നോക്കാം. ഇന്നത്തെ നമുക്ക് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഓർഗനൈസ്ഡ് ആയിട്ട് വന്ന് ആൻസർ പറയാനുള്ള ഒരു ശ്രമം നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്, നൗ ദ floor is to the students. I think Matthew K. Abraham is the first to raise his hand. Am I right, Smith? Yes, Matthew K. Abraham. Sir, please unmute yourself and ask your question now. Yes. Praise the Lord, Babu sir. Praise the Lord. Praise the Lord. എനിക്കൊരു ചോദ്യം. ഈ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ അഗ്നിസർപ്പങ്ങൾ കടിച്ചപ്പോൾ അതിന് യേശു പറഞ്ഞ ഒരു മറുപടി, നിങ്ങൾ അഗ്നിസർപ്പത്തെ ഒരു താമര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക, അപ്പോൾ കടി ഏൽക്കുന്നവരെല്ലാം സർപ്പത്തെ നോക്കാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പിന്നിലെ സർപ്പം എപ്പോഴും പിശാചിന്റെ ഒരു സിംബോളിക്കായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ സർപ്പത്തെ നോക്കി രക്ഷപ്പെടാൻ പറഞ്ഞതിന്റെ പറയിലത്തെ ഒരു ആത്മീയ വീക്ഷണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മറുപടി പറയാമേ. ഓക്കെ. ആദ്യത്തേതൊരു ജനറൽ സെയിങ്, ഒരു പറച്ചിൽ. നമ്മൾ ഈ ഉഷ്ണന ശാന്തി എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ നാട്ടില്. ഭയങ്കര ചൂടെടുത്തിരിക്കുമ്പോഴേ ചൂടുവെള്ളം കുടിക്കേണ്ടത്, തണുത്ത വെള്ളമല്ല കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലോജിക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവരെ പാമ്പാ കടിച്ചത് അല്ലേ? പാമ്പ് കടിച്ചത്. So one snake has injected poison into them, right? ആ പാമ്പിന് പകരം ഉയർത്തപ്പെട്ട വേറൊരു ഇമേജ്. അത് പാമ്പിന്റെ വിഷം തന്നെയാണെന്നുള്ളതുകൊണ്ട്, പാമ്പാണ് എന്നുകൊണ്ട് തന്നെ നിങ്ങൾ പാമ്പിനെ നോക്കുക എന്നുള്ള അല്ലാതെ നമുക്ക് ഒരു ആൻസർ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഒരു ആൻസറും ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അതിനൊരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സിംബലിസമാണുള്ളത്. ഒരു പോസിറ്റീവ് സിംബലിസം അല്ല, നെഗറ്റീവ് സിംബലിസമാണ്. അപ്പം ദൈവം ഓരോ സമയത്തും ഓരോ രീതിയിൽ ഇടപെടുന്നു. അതിനകത്ത് ഒരു പ്രോബ്ലം, ദൈവം അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപെട്ടതെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല ഉദാഹരണം 10 കൽപ്പന ന്യായപ്രമാണമാണ്. ഞാനല്ലാതെ അന്യതകൊണ്ടാകരുത് സംഭവിച്ചു. 2 അന്യതകൊണ്ടുള്ള കുഴപ്പമെന്തോ എന്ന് അവരോട് ചോദിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു, സർപ്പത്തിന്റെ ഇമേജ് ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ? നമുക്ക് ചോദിക്കാൻ റൈറ്റുണ്ടോ? പറ്റില്ല. കാരണം ഇവിടെ എല്ലാം പറ്റുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ പറയാറുണ്ടല്ലോ, ദൈവം സോവറിയൻ ലോർഡാണ്.
തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ആറ് തൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കും? നമുക്ക് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതൊന്നും ചോദിക്കാൻ തോന്നുകയല്ല. കാര്യം വേറെ എന്തെല്ലാം കാര്യം നമുക്ക് കിടക്കുന്നത് അല്ലേ? പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പം നിങ്ങൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു, അന്ന് നിങ്ങളൊന്നും ചോദിക്കത്തില്ല. കാര്യം അന്ന് ചോദിക്കാതെ ഉത്തരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബൗദ്ധിക തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. ചോദ്യം ചോദിക്കാതെ ഉത്തരം അറിയാൻ കഴിയുന്ന ഒരു ബൗദ്ധിക തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കേണ്ടി വരത്തില്ല. ഞാൻ ബ്രദറിൻ്റെ ചോദ്യത്തിന് ഒരു സ്ട്രെയിറ്റ് ആൻസർ തന്നില്ല. തരത്തിൻ്റെ കാരണം എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. താങ്ക് യു. ഒരു ചോദ്യം കൂടെ ചോദിക്കാമോ സാർ? സമയമുണ്ടോ? അങ്ങനെ ചെയ്യരുത്. ഏതായാലും ഇപ്പം ബ്രദറും ചോദിച്ചു, ബാക്കിയുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. ഒരു ചോദ്യത്തിൽ നിർത്തണം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചോദിച്ചു. പറഞ്ഞോ. അല്ല, അൺമ്യൂട്ട് യുവർ സെൽഫ് പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാട്ടെ മാത്യൂസ്. ഓക്കെ. മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട യേശുവിനെയാണ് മൺമയരായ യാക്കോബും യോഹന്നാനും പത്രോസും കണ്ടത്. അവർക്ക് എങ്ങനെ അത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതൊക്കെ നല്ല അടിപൊളി ചോദ്യമാണ്. അതൊക്കെ ചോദിക്കേണ്ടത്. അവര് മലയിൽ കയറിപ്പോയി. ഇവര് ഒരു പകുതി ഉറക്കത്തിലാണ്. ഇവർക്കൊരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. പക്ഷെ ഈ പകുതി ഉറക്കത്തിൽ ഇവര് മോശയും ഏലിയാവിനെയും കാണുന്നു. മോശയുടെ തലയിൽ ഇങ്ങനെ മോശ എന്നും ഏലിയാവിന്റെ തലയിൽ ഏലിയാവ് എന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പം മോശ ഏലിയാവിനോട് ചോദിക്കുന്നു, നൗ എലൈജ, വാട്ട് ഡു യു സേ അബൌട്ട് ഇറ്റ്? തിരിച്ച്, നൗ മോസസ്, വാട്ട് ഡു യു സേ അബൌട്ട് ഇറ്റ്? അപ്പം ഈ കോൺവെർസേഷനിൽ ഇപ്പം തന്നെ മാത്യൂസ് ബ്രദർ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നില്ലേ, ഇദ്ദേഹത്തെ വിളിക്കുന്നില്ലേ, അതുപോലെ അവരന്യോന്യം പോയ പേര് സംബോധന ചെയ്യുമ്പോൾ മനസ്സിലായി ഇന്നാരായെന്ന്. അവര് ഒരു പകുതി മയക്കത്തിലാണ്. പക്ഷെ പകുതി മയക്കത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ഈ നമ്മൾ ഈ ട്രാൻസ്ഫറൻസ് ഇഫക്റ്റ് എന്ന കാര്യം കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫറൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയാലും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഇഫക്റ്റിലായിപ്പോ നമ്മൾ. അതിന് ആ അറ്റ്മോസ്ഫിയറിന്റെ ഇഫക്റ്റ് നമ്മളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ ഇവർക്ക് ഒരു ഹൈറ്റൻഡ് ഇമോഷൻ ഉണ്ടായി. അതിൽ നിന്നാണ് ഇവരെ പറയുന്നത്, ഞങ്ങൾ 2 കൂട്ടരുണ്ടാകട്ടെ, 3 കൂട്ടരുണ്ടാകട്ടെ, ഒന്നിനൊക്കെ മോശയ്ക്ക് ഏലിയാവെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്. യെസ്, ദാറ്റ്സ് ഓൾ. Okay, thank you, sir. Welcome. Next question, Sumit. Yes, Sister Lovely Sabu. Lovely Sabu, yes. സ്തോത്രം. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തില് നമ്മള് സക്കറിയ പുരോഹിതനോട് ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്, അത് യോഹന്നാൻ വരുന്നത്, ജനിക്കാൻ പോകുന്ന മകൻ വരുന്നത്, ആ വ്യക്തി ഏലിയാവിന്റെ ആത്മാവോടുകൂടെ നടക്കും എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ സ്നാപകന് എന്ത് റെസ്പോൺസിബിലിറ്റി, എന്ത് ഡ്യൂട്ടി ആയിരുന്നു ഏലിയാവിന്റെ ചെയ്യാനുണ്ടായിരുന്നത്? ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏലിയാവിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ 2 കാര്യം മനസ്സിലാക്കണേ. ചിലർ വിചാരിക്കുന്ന ഏലിയാവ് മരിച്ചു പോയല്ലോ, ഏലിയാവിന്റെ ആത്മാവെന്ന് യോഹന്നാൻ അത് കയറിയെന്ന. നമ്മുടെ ഹിന്ദുക്കളുടെ അങ്ങനെയാണ്, അപ്പൂപ്പന്റെ ആത്മാവെന്ന് ഈ പെങ്കൊച്ചനകത്ത് കയറി, പെങ്കൊച്ചു പിന്നെ അപ്പൂപ്പനെ കുറെ സംസാരിക്കുന്നു പറയാൻ മതി. ഏലിയാവിന്റെ ആത്മാവെന്ന് യോഹന്നാൻ കയറുന്ന. അങ്ങനല്ല, അങ്ങനെ അതിന്റെ അർത്ഥമല്ല. The spirit that worked in Yochanan was the same spirit that worked and motivated Elijah. ഏലിയാവിനെ മോട്ടിവേറ്റ് ചെയ്ത സ്പിരിറ്റ് ഉണ്ടല്ലോ, അതാണ് യോഹന്നാനെ മോട്ടിവേറ്റ് ചെയ്തത്. നമുക്കൊരിച്ചിരി അതൊന്ന് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്ന്, ഏലിയാവിന്റെ പേരന്റ് നമുക്കൊന്നും അറിയത്തില്ല, വീടുണ്ടോ. നമുക്ക് ആകെ അറിയാവുന്നത് പിന്നെ
ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവുന്ന. ഈ ജൂവിഷ് ജിയോഗ്രഫി ഇന്ന് വരെ തിസ്ബെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നാട് പോലും നമുക്കറിയത്തില്ല. വരുന്നത് മരുഭൂമിയിൽ നിന്നാണ്. മീൻസ് ഹി വാസ് ട്രെയിൻഡ് ഇൻ ദി വിൽഡർനെസ്. ഇതുപോലെ യോഹന്നാനും അപ്പനെ നമുക്കറിയാം, ബട്ട് ഹി വാസ് ട്രെയിൻഡ് ഇൻ ദ സെയിം വിൽഡർനെസ്. ഇനി ഇദ്ദേഹം വന്ന കാലഘട്ടം, അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരണ, ഞാൻ ഒരാൾ ഒഴികെ ബാക്കി മുഴുവൻ പേരും ഇസ്രായേലിന്റെ ദൈവത്തെ വിട്ടുപോയി, സത്യദൈവത്തെ വിട്ടുപോയി എന്നാണ്. എക്സെപ്റ്റ് 1% ദാറ്റ് ഈസ് ഐ. ഇതുപോലെ യോഹന്നാന്റെ കാലത്ത് ഏതാണ്ട് കാത്തിരുന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ ഇസ്രായേലിലെ അവർ പല സമൂഹങ്ങളായിട്ട് തിരിഞ്ഞ് സത്യദൈവത്തെ വിട്ടുപോയി. അതിൽ സത്യദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പാർട്ടിക്കാരുണ്ടായി. അവരുടെ പേരാണ് പരീശന്മാരെന്ന് പറയുന്നത്. ഈ പരീശന്മാർ തന്നെ അവർ ദൈവഭക്തിയെ അവരെ വഷളാക്കി കളഞ്ഞു. അപ്പം ഈ ഹോൾ നേഷനെ ദൈവത്തിലേക്ക് തിരിക്കണം. ഈ ഹോൾ നേഷൻ ദൈവത്തിലേക്ക് തിരിക്കാൻ എന്താ ചെയ്യുന്നത്? ഏലിയാവ് ചെയ്തിത്രേ ഉള്ളൂ. അതിശക്തമായ പ്രസംഗമായിരുന്നു ഏലിയാവിൻ്റെ. ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ പ്രസംഗം എവിടെ? രാജകൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് ആ പിളകിപ്പോയി, ആ രാജാവിൻ്റെയും കെട്ടിയോളുടെയും. ഇതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുക അല്ലേ? മരുഭൂമിയിൽ വിളിച്ചുവല്ലോ മാനസാന്തരപ്പെടുകയെന്ന്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. ഏലിയാവ് ഹോൾ കൺട്രിയെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു. ഇതുപോലെ യോഹന്നാനും തൻ്റെ പ്രസംഗം കൊണ്ട്, തൻ്റെ ജീവിതശൈലി കൊണ്ട് ഒരത്ഭുതവും കാണിച്ചില്ല. പക്ഷെ അതിശക്തമായ പ്രസംഗം കൊണ്ട് ലാർജ് മജോറിറ്റി ഓഫ് പീപ്പിൾ, ആളുകളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. അപ്പോൾ സ്പിരിറ്റ് ഓഫ് റിപ്പൻഡൻസ്, ദ ലാസ്റ്റ് സ്പിരിറ്റ് ഓഫ് റിപ്പൻഡൻസ്, ഇതായിരുന്നു ഇവർ രണ്ടുപേരിലും വർക്ക് ചെയ്തത്. അതാണ് ഏലിയാവിൻ്റെ സ്വഭാവത്തോടുകൂടി, ഏലിയാവിൻ്റെ സ്പിരിറ്റോടുകൂടി യോഹന്നാൻ വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. ജോസ് അദൂർ സർ. ജോസ് അദൂർ. സ്തോത്രം സാറേ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ആ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. യാക്കോബിന്റെ ലേഖനത്തില് എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നുള്ള ആ വിഷയത്തിൽ. എണ്ണ പൂശി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് എണ്ണ പൂശുക. പാക്കേജായിട്ട് ഇങ്ങനെ എണ്ണ പ്രാർത്ഥിച്ച് കൊടുത്തയക്കുക, ആ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അതൊരു എററാണോ? പ്രാക്ടിക്കൽ പർപ്പസിൽ മോർ സ്പെസിഫിക് ആയിട്ട് സാറിന് എന്താണ് അതിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാനുള്ളത്? എനിക്ക് നിങ്ങളെ അതിനെപ്പറ്റി വ്യക്തമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ദൈവത്തിന് ചില സമയത്ത്, എക്സെപ്ഷണൽ ചില കേസസിൽ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത് എന്നൊരു ചിന്തയുണ്ട്. സാധുക്കൾക്ക് ഒന്നും അറിയാൻ വയ്യാത്ത സാധുവാ. അദ്ദേഹത്തിന് കരച്ചിലും കണ്ണുനീരും വിലാപം അതുപോലുള്ള വേദനയും ഭാരവും തകർച്ചയുമായിരിക്കും ജീവിതത്തിൽ. അപ്പോൾ അറിയും നിന്റെ അടുത്ത് വലിയൊരു അത്ഭുത രോഗശാന്തി നടക്കുന്നത്. അപ്പോൾ ആരുടെയും കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും മണ്ണെണ്ണയല്ല കേട്ടോ എണ്ണ കൊടുത്തയക്കുന്നു. അപ്പോൾ അത്ഭുത രോഗക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടും എൻ്റെ മണ്ടയ്ക്കോട്ട് കുലുക്കി പ്രാർത്ഥിച്ചു, അവിടെ രൂപയും കൊടുത്തു, ഇവർ തിരിച്ചു വന്നു. ഈ പാവത്തിന് വിശ്വാസം എന്താ? ഇത് ഇച്ചിരി തലയിൽ പുരട്ടിയാൽ എൻ്റെ രോഗം മാറുമെന്ന്. ആ സാധുക്കളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തരുത്. കർത്താവ് പറയുന്നത്, എൻ്റെ ഈ ചെറിയവരിൽ ഒരാൾ നയിച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പാവമാ, വേദവസ്തുവും വേദശാസ്ത്രവും തിയോളജിയും ഇതൊന്നും അറിയത്തില്ല. അവിടുന്ന് ഒരു എണ്ണ കഴിച്ചു എനിക്ക് വിടുതൽ കിട്ടുമെന്നുള്ള സൗഖ്യം. അത് ആ പ്രൈമറി ബിലീഫ് അദ്ദേഹത്തെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കും രോഗശാന്തിയിലേക്കും ദൈവത്തെ പറ്റി അറിവിലേക്കും നയിക്കും എന്നുള്ളത് കൊണ്ട്
ദൈവം പലപ്പോഴും അവിടെ രോഗസൗഖ്യം അയക്കുന്നു. However, it is not biblical, is not doctrinal, is not something we should practice. കണ്ണാത്തൊരു ഒച്ച ഇവിടുന്ന് വരുന്നല്ലോ. അത് ചെയ്യരുത് if at all possible. കാരണം അതിൻ്റെ പ്രമാണം ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. നമ്മുടെ സഭയിലെ ഒരാള്, ലോകത്തിൽ എവിടെ ഉള്ളവർ കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, കൂട്ടുവിശ്വാസികളുള്ള ഒരാൾക്ക് എന്തോ സംഭവിച്ചു? ഹി ഹാസ് ഫോളൻ ഡൗൺ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, അത് ഇൻഫെക്ഷൻ അല്ല, പല്ലുവേദനയല്ല, ന്യൂമോണിയ അല്ല, ഒരു രോഗബാധ. ആ രോഗബാധ കാരണം അയാൾ വീണുപോയി, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫെക്ഷൻ, പക്ഷെങ്കിൽ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് അയാൾ തളർന്നു വീണുപോയി. അയാൾ മൂപ്പന്മാരെ വിളിക്കണം. മൂപ്പന്മാർ ആദ്യം കൂടി ഇരുന്നിട്ട് അവരന്യോന്യം ക്രമീകരണം വരുത്തണം. സഹോദര, ഞാൻ സഹോദരനോട് ഏതെങ്കിലും രീതിയിൽ പഴിച്ചു പോയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനതിന് ക്രമീകരണം വരുത്താം. അവരന്യോന്യം ക്രമീകരണം വരുത്തണം. അല്ല എങ്ങനല്ല, സഹോദരൻ എന്തുണ്ടെങ്കിൽ ക്ഷമിച്ചു തരും, അങ്ങ് വിട്ടുകള, ഇങ്ങനെ പറയാനല്ല പറഞ്ഞ്. ക്രമീകരണം വരുത്തണം. അപ്പോൾ മാറ്റാൻ പറ്റുള്ളൂ പറഞ്ഞ്, എടാ നീ എൻ്റെ വീട്ടിൽ നിന്ന് 10 കുപ്പി പാല് മേടിച്ച് എൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. അത് ശരി സഹോദര, സോറി, ഞാൻ മറന്നുപോയതാണ്, 20 കുപ്പി പാലിൻ്റെ പൈസ വരുന്നത്, അത് മതിയോ? മറ്റേ സഹോദരൻ പറയാം, എനിക്ക് ഒന്നും വേണ്ട, നീ ചെയ്ത് ശരിയായില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഫിനിഷ്. അങ്ങനെ അവർ തമ്മിൽ ക്രമീകരണം വരുത്തണം. ക്രമീകരണം വരുത്തിയ ശേഷം നമ്മുടെ രോഗിയായി കിടക്കുന്ന ആളിനോട് ചോദിക്കണം, നീ ഇങ്ങനെ വീണു പോകത്തക്കവണ്ണം നീ എന്തെങ്കിലും പാപം നിനക്ക് ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? കാരണം എന്തെങ്കിലും ഒരു പാപം കാരണമാണ് നീ ഇങ്ങനെ തളർന്നു വീണുപോയത്. അപ്പൊ അവനത് ഓർമ്മ വരികയാണെങ്കിൽ അവൻ ഏറ്റു പറയണം. അല്ലെ പറഞ്ഞ സഹോദരൻ, ഒന്നും ഓർക്കുന്നില്ല, ഉണ്ടായിരിക്കാം. ഓക്കെ, അവനും അവൻ്റെ പാവം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പം സഹോദരന്മാരുടെ കൂടി ഇവന്റെ തലയിൽ എണ്ണ ഒഴിക്കണം. മൂപ്പന്മാര് എണ്ണ ഒഴിച്ചിട്ട് അവന് ആ രോഗത്തോട് വിട്ടുപോകാൻ പറയണം. അവന് രോഗസൗഖ്യം വരുത്തണം. കർത്താവേ, നീ എൻ്റെ ഈ സഹോദരന്റെ സൗഖ്യം അയക്കണമെന്നല്ല, ലോർഡ് ഐ ഹീൽ ദിസ് മാൻ ഇൻ യുവർ നെയിം എന്ന. ലോർഡ് ഐ ഹീൽ ദിസ് മാൻ ഇൻ യുവർ നെയിം എന്ന, അല്ലാതെ കർത്താവേ അങ്ങ് സൗഖ്യം അയക്കണമെന്നല്ല. അപ്പം അതാണ് അതിന്റെ പ്രമാണം. അവരോട് സൗഖ്യമാക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഈ സഭയിലെ മൂപ്പന, സെക്രട്ടറിയാ, ഖജാൻജിയൊക്കെ ആണെങ്കിൽ മിനിമം രോഗശാന്തി എന്ന് വരവെങ്കിൽ ഉള്ളവരായിരിക്കണം. ഇതാണ് വചനത്തിലെ പ്രമാണം. നിർഭാഗ്യവശാൽ ആര് പ്രമാണം നോക്കുന്നു? ഈ സാധുക്കളുടെ സൗഖ്യം എന്നുള്ള ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഫോർ ഇൻഫെക്ഷൻ. അപ്പം അടുത്തത്, ഈ മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായിരുന്നു രോഗകാരണമെങ്കിൽ, ദൈവം ക്ഷമിച്ചിട്ട് ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? ദൈവം അവനെ സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞത് അല്ല, പിന്നെ ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാകുന്നില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. ബട്ട് ഇതാണ് റിയൽ കോണ്ടെക്സ്റ്റ്. റിയൽ കോണ്ടെക്സ്റ്റ്. ഈ റിയൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയല്ല പലപ്പോഴും ഈ രോഗശാന്തി ശുശ്രൂഷ സംഗതി ആളുകൾ നടത്തുന്നത്. ഇനിയും വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂമിയിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റാണ്. പക്ഷെ ഈ പറഞ്ഞത്, ഈ എണ്ണ തേക്കുന്നുള്ളത്, എല്ലാവരും എണ്ണ കൊണ്ടുവരുവീൻ, ഞാൻ പ്രാർത്ഥിച്ചു തരാമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് കേട്ടോണം, ഈ ആളിലും ഈ ശുശ്രൂഷയിലും ഈ എണ്ണയിലും ശക്തി വ്യാപരിക്കുന്നു. ഈ വലിയ രോഗശാന്തി ശുശ്രൂഷക്കാരന്റെ ശക്തി ഈ എണ്ണയ്ക്കകത്തോട് കയറി പിടിക്കുന്നു. ഈ എണ്ണ പോയ ആ ശക്തി ഈയുടെ മണ്ടയ്ക്ക് ഒഴിക്കുന്നു.
ഇതൊക്കെ എത്രയോ ഫ്രോഡായ തെറ്റായ പഠിപ്പീരെന്നറിയാമോ? കാരണം ദൈവമക്കൾക്ക്, സഭയുടെ മൂപ്പന്മാർക്ക് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഒരാളെ സൗഖ്യമാക്കുവാൻ ദൈവം കൊടുക്കുന്ന അധികാരമാണ്. നടന്ന് സൗഖ്യമാക്കാനല്ല, അവർ വിളിച്ചു വരുത്തിയ ആ വ്യക്തിയെ ആ കോണ്ടെക്സ്റ്റിൽ സൗഖ്യമാക്കുവാൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. ഒന്ന്, അത് സഭയ്ക്ക് നാട്ടുകാർക്കെല്ലാം എണ്ണ കാച്ചി കൊടുത്ത് സൗഖ്യമാക്കാൻ പറഞ്ഞിട്ടില്ല. അയാൾ സഭയിലെ വിശ്വാസിയായിരിക്കണം. ഇത്രയാണ് പ്രമാണം. ഇത് തെറ്റിച്ച് ആര് ചെയ്താലും അത് പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. അടുത്ത ഷിബു ജോസ്. ഷിബു ജോസ് ആണോ? യെസ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത്, പാസ്റ്റർ 1-2 പ്രാവശ്യം പറഞ്ഞു പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കണമെന്ന്. പക്ഷെ നമ്മൾ വചനം വായിക്കുമ്പോൾ ഇവര് പെസഹ സെഹ്യോൻമാളിൽ ആചരിച്ചതിന് ശേഷം ആണ് ഇവര് ഗെത്സമനിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുന്നു. പിറ്റേ ദിവസമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പിന്നെന്താ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ നമ്മൾ കൂടിയിരിക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകാൻ പറ്റുമോ? ഈ ആ 2 വീക്സ് നമ്മളെടുത്താൽ പെസഹയുടെ ആഴ്ചയാണ്. 2 ആഴ്ച വരെ, 1 മാസം മുതലേ ഒരുക്കം തുടങ്ങും. 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് ആളിങ്ങനെ പെസഹായോടനുബന്ധിച്ചുള്ള യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ദ ലാസ്റ്റ് എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൽ ലാസ്റ്റ് അറക്കുന്നതാണ് പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അത് പെസഹയുടെ ആട്ടുകൊറ്റെന്ന് പറയുന്നത് കുറെ കൂടെ ചെയ്ത് പെസഹ കുഞ്ഞാട്. ബാക്കിയെല്ലാം പെസഹായുമായിട്ട് റിലേറ്റ് ചെയ്ത യാഗങ്ങളും ഒരെണ്ണം പെസഹ കുഞ്ഞാട് എന്ന ലാസ്റ്റുമാണ്. ആ ലാസ്റ്റ് അറക്കപ്പെടുന്നതിന് മുമ്പ് അത് സിംബോളിക്കല്ലയോ? യഥാർത്ഥ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സിംബൽസിന് യാതൊരു പ്രാധാന്യമില്ല. ഇനി സിംബൽസ് കണ്ടിന്യൂ ചെയ്തു. കാരണം ഇത്രയും നാൾ സിംബൽസ് കണ്ടിന്യൂ ചെയ്തു. സിംബൽസ് ബ്രോക്കൺ ആകണമെങ്കിൽ ലാസ്റ്റ് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അറക്കപ്പെട്ടിരിക്കണം. അതാണ് അതിൻ്റെ ക്ലിയർ ടൈമിങ്ങും പെസഹയുടെ ആടും എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ ഇനഫ് നൗ? ഓക്കെ താങ്ക് യു സോ മച്ച്. വെൽക്കം. നമ്മുടെ ജിൽജിത്ത് ജോസഫ്. യെസ്. Jijit Joseph, sir, please. യെസ്. ജിജിത്ത് ഉറങ്ങിപ്പോയോ? അൺമ്യൂട്ട് ചെയ്തേ. കർത്താവേ, I'm sending a prompt to you, sir, to unmute. Please unmute. ജിജിത്ത് പ്ലീസ് അൺമ്യൂട്ട്. യാതൊരു അനക്കവും കാണുന്നില്ല. I think there is a net problem, I think. There's a network problem. Okay. Please turn to Viji Cherian. Sister Viji Cherian. Viji Cherian, unmute. Yes. സർ സ്തോത്രം. സ്തോത്രം. ബൈബിൾ ടെർമിനോളജിയിൽ ആദ്യത്തെ ഭാഗത്തുനിന്ന് എനിക്കൊരു സംശയമുള്ളത്, 1-ാം ഭാഗത്തുനിന്ന് ഒരിക്കൽ തന്നെ ചോദ്യം ചെയ്യാൻ വന്ന സദൂക്യരോട് യേശു പറഞ്ഞു, ഭൂമിയിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെയാണ് സ്വർഗത്തിലുള്ള കാര്യം. ഇത് നിക്കോദേമൂസിനോട് യോഹന്നാൻ 3:12 പറഞ്ഞതായിട്ടാണ് ബൈബിളിൽ കാണിച്ചേക്കണേ. പക്ഷെ അറിയത്തില്ല, സാറ് പറഞ്ഞത് സദൂക്യരെന്നാണ്. അപ്പൊ അന്നേരം അത് നിക്കോദേമൂസ് സദൂക്യനായിരുന്നോ പരീശനായിരുന്നോ എന്നുള്ളതാണ്. പരീശനാന്നുള്ളതാണ്. അവിടെ അങ്ങനല്ലേ എന്നറിയാമോ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഡൊമിനൻ്റായ സദൂക്യരുണ്ടായിരുന്നു. ഈ സദൂക്യരെ അഡ്രസ് ചെയ്യുമ്പോഴാണ്
ഭൂമിയിലുള്ള നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ആ സ്വർഗത്തിൽ കാര്യം ഇന്ന് അവർ പറയാൻ കാരണം വെച്ചാൽ സ്വർഗമുണ്ടെന്നോ പുനരുത്ഥാനം ഉണ്ടെന്നോ വിശ്വാസമില്ല അവർക്ക്. സ്വർഗമുണ്ടെന്നും പുനരുത്ഥാനം ഉണ്ടെന്ന് അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവരെ ബ്ലേറ്റൻ്റ് ആയിട്ട് അങ്ങനെ പറയുന്നത് കർത്താവ്. അവരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. അത് ഇദ്ദേഹത്തെ ഉദ്ദേശമല്ല. ഈ ഓക്കെ. യെസ്, താങ്ക് യു സർ. വെൽക്കം. തങ്കച്ചൻ പി ജോർജ്. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ലോർഡ്. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അതിനുശേഷം ചോദിക്കാം. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ക്ലാസ്സുകളിൽ വീഡിയോ വരുമ്പോഴേ വീഡിയോക്കകത്ത് ഈ ഹീബ്രു വേർഡ്സും ഹീബ്രു വാചകങ്ങളും പാസ്റ്റർ പറയുമ്പോൾ സാറ് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഉച്ചാരണം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോഴും അതൊന്ന് സ്ക്രീനിലൊന്ന് എഴുതി കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമോ? ഇനിയും ഉണ്ടാകും. മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അന്ന് എനിക്ക് പേഴ്സണലായി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കണ്ണിന്റെ കാഴ്ച എന്നുള്ള പ്രധാന കാര്യം, പിന്നെ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം റിസോൾവ് ആയി. ഇനിയും ഇനി നമുക്ക് തീവ്രമായ ഹീബ്രു ലെസൺസ് വരുന്നുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ അന്നേരം തന്നെ ഹീബ്രുവിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കും ഒരുപോലെ. നോ പ്രോബ്ലം. എനിക്ക് വചനം ചോദിക്കാനുള്ളതേ ഫസ്റ്റ് ജോണില് യോഹന്നാന്റെ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 27-ാമത്തെ വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചിരിക്കയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അതിന് 20-ാം വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചിങ് കേൾക്കാറുണ്ട്. അഭിഷിക്തന്മാരെ മറ്റാരും പഠിപ്പിക്കണ്ട, ഈ വചനം എടുത്തുകൊണ്ട് പഠിപ്പിക്കാറുണ്ട്. ഇതിനൊരു അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ അതിന് ട്രാൻസ്ലേഷൻ വന്നിരിക്കുക പോയി തുമ്പെ പുസ്തകാനയ്ക്ക് ആവശ്യകത അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വചനത്തിന്റെ യഥാർത്ഥത്തിൽ വിശദീകരണം എന്തുവാണ്? അത് ഞാനത് വേറൊരു കോണ്ടെക്സ്റ്റിലോട്ട് മാറ്റിയിട്ട് പറയാമേ. ഞാൻ ബേസിക്കലി ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ വന്ന ഒരാളാണ്. ചെറുതിലേ മുതലേ ഇച്ചിരി വരുമാനം ഉണ്ടാക്കാൻ ഈ അടുത്തുള്ള പിള്ളേരൊക്കെ ട്യൂഷൻ പഠിപ്പിക്കും. 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചു അവസാനം 10-ാം ക്ലാസ്സിൽ കൊടുക്കും പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചു. അങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ച് ഒരു ലെവൽ വരെ എത്തി. അപ്പം ആ സമയത്തെല്ലാം എനിക്ക് സംശയമുണ്ട്. നേരെ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്താണ് പോകുന്നത് ചോദിക്കാനായിട്ട്. നല്ല സ്കോളർലി മനുഷ്യനാണ്. മാത്രമല്ല എപ്പോൾ സംശയം ചോദിച്ചാലും ഉറക്കത്തിൽ ചോദിച്ചാലും ചാച്ചാ ഈ ഒരു കാര്യമുണ്ടെന്ന് വളരെ മറുപടി പറയും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ കോളേജ് പഠിപ്പിക്കുന്ന കാലത്ത് കോളേജിലെ ടീച്ചേഴ്സാണ് എൻ്റെ റെഫറീസ്. അവരോട് ചോദിക്കും, സാർ ഇതെങ്ങനെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ വന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ഡൗട്ട് ഉണ്ടായാൽ ഞാൻ ആരോടും ചോദിക്കാറില്ല. ഒന്നാമത് ചോദിക്കാറില്ല, ഞാൻ ഈ സിലബസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ എനിക്ക് അത് എവിടെ റെഫർ ചെയ്ത് ആ കാര്യം പഠിപ്പിക്കാൻ സംശയം നിരൂപിക്കാമെന്നറിയാം. പിന്നെ ഞാൻ PhD എടുത്തു. PhD എടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പഠിപ്പിക്കുക, എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതിനകത്ത് നിന്ന് ഒരു കാര്യത്തെപ്പറ്റിയും എനിക്ക് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണ് അതിൻ്റെ മറുപടി പറയേണ്ടതെന്ന് അറിയാം. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിച്ച് ഇതിന് ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ ദൈവം വെച്ചിട്ടുണ്ട്. ഈ ചിലർ പറയുന്നത് അത് കടലാണ്, ആർക്കും പഠിച്ചു തരാൻ കഴിയുന്നത്. ഈ വേദപുസ്തകം കടലില്ല. വേദപുസ്തകം കടലല്ല. അങ്ങനെയല്ല, ഒരിക്കലും ചിന്തിക്കരുത്. ഒരു സർട്ടൻ ടൈം കൊണ്ട് ഒരു ദൈവവേദന പൂർണ്ണമായി പഠിച്ചു തീരാൻ കഴിയുന്നതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഫുൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്കൊരു 3 വർഷം കൊണ്ട് ഇത് കവർ ചെയ്ത് തീർക്കാം. നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡിക്ക് പോവുകയാണെങ്കിൽ 6 to 7 years കൊണ്ട് കവർ ചെയ്ത് തീർക്കാം. 6 to 7 years ഡീറ്റെയിൽ സ്റ്റഡി. അപ്പോഴും നോക്കി 7 years അല്ല ഉള്ളൂ. ഈ 7 years പഠിച്ച് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് യാതൊരു സംശയം ഇതിനെ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ തന്നെ PG സ്റ്റുഡൻസ് ഇതിനകത്തിരിപ്പുണ്ട്. അവർ പഠിച്ച ഒരു ബുക്കിനെ പറ്റി നിങ്ങൾ ചോദിച്ചു നോക്കി, ഒരു മനുഷ്യനെടുത്ത് അവർ റെഫറൻസ് പോകത്തില്ല. അവർ നേരെ എൻ്റെ വീഡിയോ എടുക്കും, നോട്ട് എടുക്കും, നോക്കിയിട്ട് പറയും ഇല്ലാന്ന് പറയും.
അവർക്ക് ആരുടെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയുടെ ആത്യന്തിക ഉദ്ദേശം നിങ്ങൾ ആ ലെവലിലെത്തണം. ഏത് ലെവലില്? ഇതുപോലൊരു ഹോട്ട് സ്റ്റേറ്റിൽ വന്നിരിക്കുക, ഒരു 100-300 പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദ്യം ചോദിച്ചോളാൻ പറയുക. എവിടുന്ന് ചോദിച്ചാലും ഞാൻ ഇന്ന ഡിക്ഷണറി നോക്കട്ടെ, ഇന്ന റെഫറൻസ് നോക്കട്ടെ, ഇന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കാതെ മറുപടി പറയാൻ നിങ്ങൾ പ്രാപ്തരാകണം. ആ ലെവലിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുന്നത് വചനജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമാണ്. അഭിഷേകം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരെയായിരിക്കും നമ്മൾ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ റെഫറൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും അറിയാമെന്ന്. ഒരിക്കലുമില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എനിക്ക് പ്രകാശനം തന്നിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഇല്ല, ഒരു പുസ്തകം നോക്കി പറയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ റിയൽ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് മോഹൻ ഫ്രാൻസിസ് സർ. മോഹൻ ഫ്രാൻസിസ്, യെസ്. എന്തുകൊണ്ട് സാറേ വിശേഷം? Please unmute. Sir, please unmute yourself. Yes, thank you. Yeah, I did. Thank you. സാറേ സ്തോത്രം. ഞാൻ എഴുതി അയച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ. താങ്കള് 1 തെസ്സലോനിയൻ ചാപ്റ്റർ 2 പഠിപ്പിച്ചപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് ഒരു സൂം മീറ്റിംഗില് അന്യഭാഷാ വരം ആരാധിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, അന്യഭാഷാ വരത്തിന്റെ ഉദ്ദേശം എന്താണ്? പിന്നെ ഇടിപെട്ട് ചോദ്യം. അതിലെ ചോദ്യം ഇത് ആദ്യം ചോദിക്കണ്ടായിരുന്നു. ഇത്ര നേരം ഉണ്ടെന്ന് പമ്പിരുന്നത്. അത് ശരിയാ. ഞാൻ ക്യൂവിലായിരുന്നു. ഓക്കെ. അന്യഭാഷ 1. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്തില് സംസാരിക്കുന്നു. ഒരു വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ വർത്താനം പറയുന്നില്ല, മിണ്ടത്തില്ല. അതിന് മിണ്ടത്തില്ല, അടിയൊന്നുമില്ല, ഒന്നും കണ്ട മിണ്ടത്തില്ല. എന്തോ വീടാണത്? ദൈവമക്കൾ അവരുടെ പിതാവിനോട് സംസാരിക്കണം. അതിനാണ് അന്യഭാഷ. 1, 2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു, സ്പിരിച്വൽ ഗ്രോത്ത്. അന്യഭാഷ സംസാരിക്കാത്ത ഒരു ദൈവത്തിന് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ ദ ഗ്രേറ്റ് തിങ്സ് ഓഫ് ഗോഡ് പ്രസ്താവിക്കും. ഇപ്പോൾ ഒരാള് ഇപ്പം ഹൗ ഡു ഐ എക്സ്പ്ലെയിൻ ഇറ്റ്? ഇപ്പം ഞാൻ മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഇപ്പം പറയൂടെ കേട്ടോ. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു യഹൂദന്മാരുടെ ടൗണാണ്. അവിടെ പിന്നെ ഒരു റാബായിയുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു രോഗമുണ്ടായി. ഈ റാബായിയുടെ അമ്മ റാബായിയോട് പറഞ്ഞു, എടാ നീ എന്താ പെന്തക്കോസ്തിലെ ചർച്ചിലെ ആ പാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചോണ്ട് എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. റാബായി പറഞ്ഞു, അമ്മ ഇങ്ങനൊക്കെ രോഗം ഞാൻ ആ സാറിനെ പ്രാർത്ഥിച്ച് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, അത് നീ മറ്റെവിടെയും പോയിക്കോ, എൻ്റെ കാര്യത്തിൽ നീ ഇപ്പോൾ പോയ പെന്തക്കോസ്തിലെ പാസ്റ്റർ വിളിക്കാൻ പറഞ്ഞു. ഈ പാസ്റ്ററെ വിളിക്കാനായിട്ട് അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. റാബായി ചർച്ചിൽ വരുമ്പോൾ ഇവിടെ മീറ്റിംഗ് നടക്കുക, ഒരാൾ ഭയങ്കരമായിട്ട് അന്യഭാഷ സംസാരിക്കുക. ഈ അന്യഭാഷ സംസാരിക്കുന്ന മുഴുവൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? റാബായി തിരിച്ചങ്ങ് വീട്ടിൽ പോയി. കാരണം റാബായിയുടെ അമ്മയുടെ പേര് പറഞ്ഞിട്ട്, രോഗവിവരം പറഞ്ഞിട്ട്, യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെ ശാസിക്കാവിട്ടിരുന്ന ഈ അന്യഭാഷ പറയുന്ന ആള്. ഏത്? ഹീബ്രു ഭാഷയിൽ. ഹീബ്രുവിൽ സംസാരിക്കുന്നു, പേര് പറയുന്നു, രോഗവിവരം പറയുന്നു, സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. അപ്പം ഇദ്ദേഹം തിരിച്ചു പോയി ചെന്നപ്പോൾ അമ്മ സൗഖ്യമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് റാബായി ചർച്ചിൽ വന്നിട്ട് ഇവിടുത്തെ പാസ്റ്ററെ കണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിൽ ഇന്നയാളും നല്ല ഹീബ്രു അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ ആവശ്യം ഇവിടെ വന്നപ്പം എൻ്റെ അമ്മയുടെ രോഗവിവരം പറഞ്ഞ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കേട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ സൗഖ്യമായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, അയ്യോ ആ പാവപ്പച്ചന് ഇംഗ്ലീഷ് പോലും നല്ലവണ്ണം പറയാൻ അറിയത്തില്ല, ഒരു പാവപ്പച്ചന്. ഈ പറഞ്ഞത് മുഴുവൻ അന്യഭാഷ. ഏത് ഭാഷയാണ് പറഞ്ഞത്? ഹീബ്രുവിൽ സംസാരിക്കുക, ഒരാളുടെ രോഗവിവരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ശാസിക്കുക.
അപ്പം വേറൊരാൾക്ക് എന്താണ് ഒരു അത്ഭുതം നടക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അന്യഭാഷ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അടയാളമാണ്. അത് ഞാൻ ഇത് പറഞ്ഞ ഉദാഹരണത്തിലുണ്ട് അല്ലേ. ക്രിസ്ത്യാനി അല്ലാത്ത ഒരാള് സഭയെ വന്നപ്പം അയാളുടെ വീട്ടിലെ കാര്യം പറഞ്ഞ് അവരുടെ ഭാഷയിൽ ഒരാൾ സംസാരിക്കുന്നു. ഈ 4 പർപ്പസസ് അന്യഭാഷയ്ക്കുള്ളത് കേട്ടല്ലോ. അന്യഭാഷകൾ ആരാധിക്കാം എന്ന് പറയുന്ന ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഈ ചെറുക്കനെ എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവന് യാതൊരു ബോധവുമില്ല. ആരാധന എന്താണെന്ന് അവൻ അറിയത്തില്ല. ഇവനേക്കാട് ബോധം കുറവായി മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർക്കാണ്. ഈ പാസ്റ്റർക്ക് വല്ല വിവരമുണ്ടെങ്കിൽ അവിടെ ചെറുക്ക മര്യാദയ്ക്ക് ഔട്ടിരിക്കുക. ചുമ്മാ അനാവശ്യം പിടിച്ച് പറയരുത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ നമ്മൾക്ക് ധാരണ ഉണ്ടെന്ന് അറിയാമോ? ഒരു പാട്ട് പാടി പാട്ടിന് 3 സ്റ്റാൻസ് കഴിയുമ്പോൾ എല്ലാവരും അന്യഭാഷ പറയാം. എല്ലാവരും പ്രത്യേക ട്യൂണിൽ ഇങ്ങനെ അന്യഭാഷ പറയാം. അപ്പൊ ഈ ഒരേ ട്യൂണിൽ എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ഭയങ്കരമായിട്ട് അന്യഭാഷ പറയുമ്പോൾ ഒരു ആത്മനിറവിൻ ആരാധനയായിരുന്നു. ആത്മനിറവിൻ എന്തൊരു ആരാധനയായിരുന്നു. ഒരു പുള്ളിയോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഗിറ്റാർ അങ്ങോട്ട് എടുത്തു വെച്ച് അങ്ങ് ആരാധിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ ചെറുപരാന്നുള്ള അന്യഭാഷ പറഞ്ഞ കാര്യം പറയുന്നത് കേട്ടോണം. ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും നമസ്കരിക്കുക എന്നാണ്. മറ്റൊരു പ്രൈസാണ്, ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അന്യഭാഷ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാര്യം ദൈവത്തോടെ നിങ്ങൾ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യനോടല്ല ദൈവത്തോടെ സംസാരിക്കുന്നത്. ദാറ്റ്സ് ഫൈൻ. പക്ഷെ ആരാധന എന്ന് പറയുന്നത് വീണ്ടും നമസ്കരിക്കുക എന്നാണുള്ളതും അന്യഭാഷയിലല്ല ആരാധിക്കുന്നുള്ളതും. അപ്പോസ്തലന്മാരാരും അന്യഭാഷയിലല്ല ആരാധിച്ചെന്നും ആദിമസഭ അന്യഭാഷയിലല്ല ആരാധിച്ചെന്നും അന്യഭാഷയുടെ പേർപ്പസ് ഈ 4 5ാമതൊരു പേർപ്പസ് തന്നിട്ടില്ലെന്നും മേലാൽ അന്യഭാഷകളിൽ ആരാധിക്കാം എന്ന് പറഞ്ഞു പോകരുതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഇത് പറഞ്ഞതായിരുന്നു. പാലക്കാട് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഗുണമുണ്ടായി കേട്ടോ. യാതൊരു വിവരമില്ലാത്തതാണല്ലോ ഈ നമ്മുടെ മീറ്റിംഗ് വരുന്നൊരു നല്ല ഭാഗം. നിങ്ങളെ പോലെ അല്ലല്ലോ, നിങ്ങൾ കാശ് കൊടുത്ത് കയറിയിരിക്കുന്നില്ലേ. അതുകൊണ്ട് ഞാൻ ഈ കാശ് വെച്ച് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. കാരണം എന്തെങ്കിലും വിവരമുള്ളവർ കയറിയ സമയത്ത് ഈ വിവരം കിട്ടണന്മാര് നേരെ പുറത്തിറങ്ങി ലോകം മുഴുവൻ ഫോണുകൾ വിളിച്ചു പറഞ്ഞു, ബാബു വേട്ടവല അന്യഭാഷയ്ക്കെതിരാണ്, ബാബു വേട്ടവല ദുരുപദേശകനാണ്, അന്യഭാഷയ്ക്കെതിരാണ്. ഞാൻ അന്യഭാഷയ്ക്കെതിരായിട്ട് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ എത്ര മണിക്കൂർ അന്യഭാഷ സംസാരിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയാമോ? ഇന്ന് രാവിലെ 3 മണി വരെയും എഴുന്നേക്കുന്നതാണ്. 5:30 എൻ്റെ ഓഫീസിൽ വരുന്നത്. അത്രയും സമയം ദൈവസന്നിധി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ കൂടുതൽ സമയം അന്യഭാഷയല്ല. ഞാൻ അന്യഭാഷയ്ക്കെതിരാണോ? പക്ഷെ അന്യഭാഷ ആരാധിക്കുന്നതിനുള്ളതല്ല. അന്യഭാഷയുടെ പേർപ്പസ് വേറെ 4. ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബഹളം കാണിക്കുന്നതും ഈ കാട്ടുമരത്തിന് കൊമ്പുകൾ ചോറും കയറാം മറിയാൻ ചാടാമെന്ന് പറഞ്ഞ് കുറെ എണ്ണം കിടന്ന് കെട്ടിച്ചാടി മറിയുന്നതും ഒന്നുമല്ല ആരാധന എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഐ ഷുഡ് ടെൽ. എന്തെങ്കിലും അതിനെപ്പറ്റി കമന്റ് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇല്ല സർ, മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലസ്. ഗോഡ് ബ്ലസ്. ഇനി നമുക്ക് PC മാർക്കോസ് ആൻഡ് വൈഫ് ഫാമിലി, പിന്നെ കുടുംബമായിട്ട് വന്നിരിക്കുകയാണ്. സ്തോത്രം. അയ്യോ, ഹൗ ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. ഞാന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, കൃപ എന്ന വാക്കിന്റെ അർത്ഥം, ഹീബ്രു അല്ല അർത്ഥം എന്താണെന്നാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മള് ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൃപ, ഗ്രേസ് അലോൺ. നമുക്ക് കൂടുതൽ കേൾക്കുന്ന മീനിങ് എന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവർ എന്നാണ് പണ്ട് കാലം മുതലേ കേൾക്കുന്നത്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് ലേഖനത്തിലുണ്ട്. അതുപോലെ സുവിശേഷത്തിലുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ. ഇങ്ങനെ പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ കൃപ എന്ന വാക്ക് കാണുന്നു. ഗ്രേസ് അലോൺ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അപ്പോ അതിന്റെ എബ്രായ മീനിങ് എന്താണെന്ന് ഒന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇത് പാസ്റ്റർ PC മർക്കോസ്, അട്ടപ്പാടി. അട്ടപ്പാടി. എന്റെ കർത്താവ്, ഞാൻ വിചാരിച്ചു പാസ്റ്റർ ബൈബിൾ ക്ലാസ് എടുക്കുകയാണെന്ന്. ഗുഡ്, ഫാന്റാസ്റ്റിക്. ഗംഭീര ചോദ്യമാണല്ലോ. ഇപ്പൊ ഞാൻ എവിടെ പോയിട്ട് മറുപടി കണ്ടുപിടിക്കുന്നുള്ളതാണ്. പാസ്റ്റർ, ഈ ഹസദ് എന്നുള്ളതാണ് അതിൻ്റെ മൂലഭാഷയിലെ വേർഡ്, ഹീബ്രു. ഹസദ് എന്നത് പാസ്റ്റർ ആദ്യം പറഞ്ഞ അൺമെറിറ്റഡ് ഫേവറാണ്. നമുക്ക് അർഹമല്ലാത്തതായ ഫേവറാണ് അതിനകത്ത് ഒരർത്ഥം. ഇതിൻ്റെ തന്നെ വേറൊരർത്ഥമാണ് the power that helps you to do that which you are not able to do. നിങ്ങൾക്ക് നിങ്ങളാൽ തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ശക്തി. അവിടെയാണ് യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് he was just a human being like us. നമ്മളെപ്പോലൊരു മനുഷ്യനാ, അസ്ഥിയും മാംസവും ഉള്ളൊരു മനുഷ്യനാ. പക്ഷെ ഈ മനുഷ്യൻ ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? കൃപ. അവിടെ കൃപയെന്ന് പറയുന്നത് തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന കഴിവെന്നാണ്. മൂന്നാമത്തെ അർത്ഥം ഇതിന് ഈ റഖാം എന്നൊരു വേർഡ്. റഖാം എന്ന വേർഡ് കൃപയാ. അത് ഫുൾ ക്യാരക്ടറിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ക്യാരക്ടർ ഫോർമേഷനാണ്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്യാരക്ടർ ഫോം ചെയ്യുകയാണ്. 103-ാം സങ്കീർത്തനത്തിൽ കൃപ അണിയിക്കുന്നതാണല്ലേ, ഓർക്കുന്നുണ്ടോ? എന്മനവേഹോയെ വാഴ്ത്ത്, എൻ്റെ സർവാധനോട് വിശ്വനാമത്തെ വാഴ്ത്ത്, എന്മനവേഹോയെ വാഴ്ത്തുന്നുണ്ട്. മറക്കരുത്, അവൻ നിന്റെ ജീവൻ നാശത്തിന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും സത്യവും നിന്നെ അണിയിക്കുന്നു. അവിടെ കൃപയെന്ന് പറയുന്നത് നമ്മുടെ ഹോൾ അപ്പിയറൻസിനെ ചേഞ്ച് വരുത്തുക. അപ്പം അവിടെയാണ് നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും എന്ന് വരുന്നത്. ഈ 3 പ്രയോഗങ്ങളാണ് സർഫസ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാനീ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ്. മീൻസ് ഹെബ്രായിക് പെർസ്പെക്റ്റീവിൽ. താങ്ക് യു. ഇറ്റ്സ് ക്ലിയർ? താങ്ക് യു. ഇനി നമ്മുടെ അനൂസ് ബാലകൃഷ്ണ സാറാണല്ലോ. ഹായ് അനൂസ് സാർ, പറഞ്ഞേ. ബാബു സാറേ, ഈ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ബാബു സാർ അത് പഠിപ്പിക്കുമ്പോ, ബെത്ലഹേം ടു മൗണ്ട് ഓളിവ് പഠിപ്പിക്കുമ്പോ പേര് ഉപയോഗിച്ചില്ല, ജസ്റ്റ് ഒരു വേർഡിന്റെ ഒരു സിലബിൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ മറ്റേ ഈ റെവലേഷൻ 4 നമ്മൾ യോഹന്നാൻ കം അപ്പ് ഹിയർ എന്ന് പറയുമ്പോഴും അവിടെയും യോഹന്നാന്റെ പേര് എടുക്കുന്നില്ല, കം അപ്പ് ഹിയർ എന്ന് മാത്രമേ. യോഹന്നാൻ അതായത് വെളിപ്പാട് 4-ലും ഇവിടേക്ക് കയറി വരിക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ യോഹന്നാന്റെ പേരെടുക്കുന്നില്ല. ബിക്കോസ് ഹി റെപ്രസെന്റ്സ് ദ ചേർച്ച്. അപ്പോ അങ്ങനെയാവുമ്പോ സാറേ, എന്റെ ക്വസ്റ്റ്യൻ, ഈ റാപ്ചറില് ഈ ഒത്തിരി പേര് മരിച്ചവരും ഒക്കെ പോകും. അപ്പൊ ആ സമയത്ത് സാറേ ഒറ്റയൊരു സിലബിൾ ആണോ അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എക്സലന്റ്, അതാണ് ചോദ്യം. യെസ്. ഓക്കെ, സെയിം അതേ സിലബിൾ.
അപ്പൊ നമ്മൾ അത്രയും ടൈമിനുള്ളിൽ നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ. താങ്ക് യു. യെസ്, നെക്സ്റ്റ് നമ്മുടെ Roy Thomas, sir. iPhone 2, Roy Thomas, sir. Roy Thomas, please unmute and ask the question. Yes. Praise the Lord. സാറേ, എൻ്റെ ചോദ്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം മൃദു, എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്നുള്ളതായ വാക്യത്തില് കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറഞ്ഞെടുത്ത് ആ ജനത അനുഭവിച്ച ഈ അധ്വാനവും ഭാരവും ഒക്കെ എന്താണ്? കർത്താവിന്റെ അടുത്തോട്ട് വന്നാൽ ആശ്വസിപ്പിക്കാവെന്ന് പറഞ്ഞ് എന്തിനെ കുറിച്ചായി പറഞ്ഞു? നമ്മുടെ ഈ ക്ലാസ് മുഴുവൻ തീരത്തില്ല അതിന്റെ ആൻസർ എന്ന് പറഞ്ഞ ആൻസർ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബ്രീഫായിട്ട് പറയാമേ. തീരത്തില്ല കേട്ടോ, തീരത്തില്ലെന്ന് എനിക്കറിയാം. ഒന്ന്, ഇവര് അടിമകളാണ് ഇപ്പൊ സ്വന്തം രാജ്യത്ത്, റോമാക്കാരുടെ. ഈ റോമാക്കാരെ സംബന്ധിച്ചോളം അടിച്ചമർത്തുകയല്ലാതെ അവർക്ക് ഒറ്റ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള മണി. അവർ ഓരോ വ്യക്തിക്കും ഓരോ വീടിനും ഒരു ടാക്സ് അങ്ങ് വെക്കും. അത് കൊടുത്തോണം. കൊടുത്തില്ലെങ്കിൽ അവർ പോലീസുകാരോട്ട് വന്ന് നമ്മുടെ വീടും സാധനം പിടിച്ചു, വീട്ടിൽ കൊച്ചു പെമ്പിള്ളേരെ പിടിച്ചുകൊണ്ട്, അതാണ് ഏറ്റവും കഷ്ടം, എവിടെയും കൊണ്ട് വിൽക്കാനായിട്ട്. അപ്പോൾ അത് തകരുക, അതൊന്നാമത് തകർച്ച. ഈ റോമാക്കാർക്ക് ഇത് കൂട്ടു നിൽക്കുന്ന ആരെന്നറിയാമോ? യഹൂദന്മാർ തന്നെയാണ് റോമാക്കാർ കൂട്ടു നിൽക്കുന്നത്, ഈ ടാക്സ് കളക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്നാൽ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ആണ്ടിലൊരിക്കലോ 3 പ്രാവശ്യം ആരാധനയ്ക്ക് വരുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചൂഷണം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ചൂഷണമാണ്. കാരണം സമാധാനയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരിക, കൊടുത്തിട്ട് സമാധാനമില്ലാത്ത കാര്യത്തിൽ ദൈവം സമാധാനം തരുന്നുണ്ട്. അതിനെ വളർത്തി പരിപാലിച്ച് നല്ല കുഞ്ഞായിട്ട് കൊണ്ടുവരിക കേട്ടോ. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ പുരോഹിതൻ എന്തറിയാമോ? അതിന് നോക്കിട്ട് കൊള്ളത്തില്ല, ഇത്രേ ഉള്ളൂ, കൊള്ളത്തില്ല. പിന്നെ ഇവൻ പുരോഹിതൻ്റെ കടയുണ്ട് അപ്പുറത്ത്, പുരോഹിതൻ്റെ ആട്ടുകച്ചവറുണ്ട് അപ്പുറത്ത്. അവിടെ ചെന്ന് കാലൊഴിഞ്ഞ് അല്ലെങ്കിൽ ചെവി പറഞ്ഞ് ഒരാടിനെ മേടിക്കണം. അതിന് ഒരു 20 ശേക്കല വിലയെങ്കിൽ അതിന് 300 ശേക്കല അവിടെ കൊടുക്കണം. ആരാധിക്കാൻ ചെന്നാലോ അവിടെ സ്വാതന്ത്ര്യമില്ല, അവിടെ സമാധാനമില്ല. വീട്ടിൽ സമാധാനമുണ്ടോ? പുറത്തിറങ്ങിയ സമാധാനമുണ്ടോ? ഗവൺമെന്റിൽ സമാധാനം കിട്ടുമോ? അധ്വാനം അല്ലാതെ ജീവിതത്തിൻ്റെ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 80-90% ടാക്സ് ആയിട്ട് പോകും. പിന്നെന്തോ ഉള്ളത്? ഇവരെ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ന് പറയുന്നത് കർത്താവ് എപ്പോഴും ആശ്വസിപ്പിക്കുന്നത് തൻ്റെ വചനം കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഹോശേയ പ്രവചനത്തിൽ, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 3 ദിവസമൊക്കെ നീണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ ആൾ വന്നിരിക്കാൻ കാര്യം എന്തുവാ? കർത്താവിൻ്റെ മധുരവചനങ്ങളാണ്. ഇനി എൻ്റെ നുകം ലഘുവും എൻ്റെ ഭാരം ചെറുതുമാണെന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. അത് അന്നേരം വെളിപ്പെട്ടിട്ടില്ല, ന്യൂ ടെസ്റ്റ്മെന്റ് സഭയായ ശേഷം വെളിപ്പെട്ടുള്ളൂ. അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഭാരവും അതിനകത്തില്ല, ഒരു ഭാരമില്ല. എവ്രിതിങ് ഈസി പീസി. രക്ഷ സൗജന്യമാണ്, അതിനുവേണ്ടി ഒരൊറ്റ പൈസ പോലും ചെലവഴിക്കണ്ട. അതുപോലെ എല്ലാ കാര്യങ്ങളും കമ്പൽസറി അല്ല. ദാറ്റ് ഈസ് ഇറ്റ്. അത്ര എനിക്ക് ചുരുക്കമായിട്ട് പറയാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർന്നില്ല ആൻസർ കേട്ടോ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം തൃപ്തനാകേണ്ടി വരും, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത യെസ്, VC Matthew. sir. Yes. Praise the Lord.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 49 മുതലുള്ള വാക്യങ്ങളില് ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്തു പറയേണ്ടു. പിന്നെ പറയുന്നു, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു തോന്നുന്നുവോ, അല്ല ഛിദ്രം വരുത്തുവാൻ അത്രേ വന്നത്. ഇനിമേൽ ഒരു വീട്ടിൽ 20 മൂവരും, മൂവരോട് 20, ഇങ്ങനെ 5 പേർ തമ്മിൽ ചിത്രിച്ചിരിക്കും. അപ്പൻ മക്കളോടും, അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മായിയമ്മ മരുമകളോടും. മൊത്തം ഛിദ്രവും അസമാധാനവും ഇവിടെ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു. അപ്പൊ ആ ഭാഗത്തിന്റെ ഒരു വിശദീകരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് കർത്താവ് സമാധാന പ്രഭു എന്നുള്ള അർത്ഥത്തില. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് ആശ്വസിപ്പിക്കുന്നതാണ് സമാധാനം. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാം. അതിനകത്ത് ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാകും. ലോജിക് എന്ന് പറഞ്ഞാൽ there is no gain without a pain എന്നാണ്. ഒരു വേദന ആദ്യമുണ്ട്, അതിൽ നിന്ന് ഒരു ഗെയിൻ ഉണ്ടാകുന്നുള്ളൂ. ആദ്യം ഒരു വേദനയാ, അത് കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കാണുന്നത്, അല്ലേ? എല്ലാ ഗെയിനിന്റെയും പിന്നിൽ ജെനുവിനായ ഗെയിൻ ആണെങ്കിൽ പെയിൻ ഉണ്ട്, ഒരു സംശയമില്ല. ക്രിസ്ത്യാനിറ്റി അങ്ങോട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്തുവാ? ഭൂമി തീ കത്തുക. സമാധാനമായിരുന്നോ? കുടുംബങ്ങൾ മുഴുവൻ സ്പ്ലിറ്റ് ആയി പോയില്ലയോ? അല്ലേ? ഭാര്യമാര് ദൈവഭാഗത്ത് വന്ന്, ഭർത്താവ് വന്നില്ല, ആ ഭാര്യയെ ഭർത്താവ് ഒറ്റിക്കൊടുത്തില്ലയോ റോമക്കാർക്ക്? അതല്ലയോ സംഭവിച്ചത്? അതിനെപ്പറ്റി കർത്താവ് പ്രോഫസി ആയിട്ട് പറഞ്ഞാണത്, പ്രവചനം പറഞ്ഞത്. നമ്മള് പുറത്ത് മർത്തോമാക്കാരന്റെ വീട്ടിൽ ചെന്ന് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് മനുഷ്യനോട് പറഞ്ഞപ്പോ പുള്ളി തിരിച്ചു ചോദിച്ചമായത്, നിങ്ങളുടെ ദൈവം നമ്മൾ പറയുന്ന ദൈവം ഇതല്ലോ എന്നും പറഞ്ഞു. ഓക്കെ സാറേ, താങ്ക് യു. എന്ത് ചെയ്യാൻ, ഈ കോമൺ സെൻസ് ഇല്ലാത്തവരോട് മറുപടി പറയാൻ പോയാലേ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടത്തേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. Brother Siju Raj. Siju Raj, yes. Shalom, sir. സിജു രാജ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ UK ആണ് സാറേ. എന്റെ കർത്താവ്, നമ്മുടെ UK സിജു ആണോ ഇത്? ആണ്. കേംബ്രിഡ്ജിലെ ആണ്. എന്റെ പൊന്നു കർത്താവ്, കേക്കട്ടെ. സാറേ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്മളിപ്പം പഠിച്ച് തീർന്ന തെസ്സലോനിക്കൽ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അതിൽ പറയുന്ന തൊട്ട് പൗലോസ് പറയുന്ന, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പൗലോസിന്റെ പല ലേഖനങ്ങളിലും നമുക്ക് കാണാം, പൗലോസ് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പൗലോസിനെ പറ്റി നോക്കുവാണെങ്കിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. കർത്താവിന്റെ വലിയൊരു മിഷണറി പ്രവർത്തനം ഉള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് നോർമൽ ആൾക്കാർ അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച ചർച്ചിന്റെ പ്രാർത്ഥന അത്ര ഇമ്പോർട്ടന്റ് ആണോ? കാര്യം വെച്ചാൽ ഓൾറെഡി നിയോഗമുള്ള ഒരു ദേവദാസനാണ്, അല്ലെങ്കിൽ ദൈവം അയച്ച 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ദേവദാസന് അങ്ങനെ ഒരു ആൾക്കാരുടെ പ്രയറിന്റെ ആവശ്യമുണ്ടോ? സിജുവേ, സാറേ. സിജു എഞ്ചിനീയർ ഇല്ലയോ? ആണ്. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ടെസ്കോയില്. ടെസ്കോ, അതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് അല്ലയോ? ആണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് സിജു ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സിജുവിനെ പിടിച്ച് 2 അട്ടിയാ തരേണ്ടത്. അതിപ്പോ സിജുവിന് പറ്റത്തില്ല. ഞാൻ കേംബ്രിഡ്ജ് 2 അട്ടി തരാൻ കേട്ടോ, തീർത്തേ. സിജു, എന്റെ ആൻസർ കേട്ടോണേ. 1, no minister or no ministry or no church is an island. ഒരു സുവിശേഷകനും ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരുമായിട്ട് ബന്ധമില്ല, എനിക്ക് ആരുടെ കണക്ഷൻ വേണ്ട. നമ്മളാരും ഒരു ഐലൻഡ് അല്ല. ഇപ്പം നിങ്ങളുടെ കേംബ്രിഡ്ജ് ചർച്ച് പറയാം, ഞങ്ങൾ കേംബ്രിഡ്ജ് ഒരു ചർച്ചാണ്, ഞങ്ങൾക്ക് വേറെ ഒരു ചർച്ചുമായിട്ട് ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. നോ, കിങ്ഡം ഓഫ് ഗോഡ് നമ്മളെല്ലാം പരസ്പരം കണക്റ്റഡാണ്. ഒരാൾക്ക് പോലും പറയാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ ഒന്ന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഞാൻ എൻ്റെ കാര്യം പ്രാർത്ഥിച്ച് സാധിച്ചോളാമെന്ന്. നോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരും
ഡിസ്കണക്റ്റഡ് ആയ ഐലൻഡ് അല്ല. രണ്ടാമത്തെ കാര്യം, കിങ്ഡം ഓഫ് ഗോഡിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. കേട്ടോണേ, സിജു കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഒരു മൂടുകയൊക്കെ ചെയ്യണം കേട്ടോ, അല്ലെ ഞാനിങ്ങനെ അറിയുന്നത് സിജു കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും സിജു ഉറങ്ങിപ്പോയത്. ഇല്ല ഉണ്ട് സാറേ. കിങ്ഡം ഓഫ് ഗോഡിലെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയ കൃപാവരങ്ങൾ, കൃപകൾ, അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എനിക്ക് ഉള്ളതല്ല. പിന്നെ ആർക്കുള്ളതാ? നിങ്ങൾക്ക് എല്ലാം കൂടെ ഷെയർ ചെയ്യാനുള്ളതാ. അപ്പം അതിലൊരു ചെറിയ പങ്ക് എനിക്കും കിട്ടും. ഞാനിപ്പം ഇവിടെ നിങ്ങളുടെ ഈ മുമ്പിൽ ഇത് പഠിപ്പിക്കുക, വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുക. ഇതിന്റെ പിന്നിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ കേറ്റുരാജനും അദ്ദേഹത്തിന്റെ കൂട്ടിലുള്ള ടീമുമാണ്, സീനിയർ പാസ്റ്റേഴ്സ്. അവർ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാനാ പഠിപ്പിക്കുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രതിഫലത്തിന്റെ നല്ലൊരു ഭാഗം അവർക്കുള്ളതാണ്. എന്തുകൊണ്ട്? അവരുടെ പ്രാർത്ഥന എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. പൗലോസ് എന്ന വലിയ മനുഷ്യന് വലിയ ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിൽ പൗലോസ് നിലനിൽക്കുന്നതിന് വേണ്ടി, മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സഭ പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പൗലോസ് ഒരു ഐലൻഡ് അല്ല, സഭയുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ഇനി പൗലോസിന്റെ ശുശ്രൂഷയിലുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും റിവാർഡ് ആർക്കുമുള്ളതാണ്? ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും ഉള്ളതാണ്. കേട്ടല്ലോ. ഇപ്പം ടെസ്കോ എന്ന് പറയുന്നത് വലിയൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണല്ലേ, അവരുടെ ഷെയർ എനിക്കെടുക്കാം അല്ലേ? അപ്പം ലാഭം വീതിക്കുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും. റൈറ്റ്? ഇതുപോലെ ഞാന് എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഭൗതികമായിട്ട് സഹായിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ഞാൻ ആരോട് ചെന്നിട്ട് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുള്ളതെന്ന് ഒരിക്കലും പറയാറില്ല. അനേക ദൈവമക്കൾ വിളിച്ചേക്കും, പാസ്റ്റർ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, പാസ്റ്റർക്ക് തീർച്ചയായിട്ടും പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേ ഗിവ് മീ എ കോൺട്രിബ്യൂഷൻ. അപ്പം അതെന്ത് ചെയ്യുന്നു? അത് എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് സഹായകമാണ്. അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. ചിലരോ പറയും, പാസ്റ്റർ ഞങ്ങൾ ഫുൾ ടൈം പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, വേറെ ഒന്നുമില്ല ഞങ്ങളുടെ പരിപാടി. അതിനെയൊക്കെ പ്രതിഫലം കിട്ടും. അപ്പൊ ഈ ഞാനൊരു ഒരുപാട് പ്രാർത്ഥിച്ചു, പവറൊക്കെ കിട്ടി, പഠിച്ചു, നല്ല ജ്ഞാനം എല്ലാം കിട്ടി, ഞാൻ എല്ലാം ചെയ്ത് ഞാൻ പ്രതിഫലം മേടിക്കുന്നു. എനിക്കൊരു തന്നെ സഹായം വേണ്ട, എനിക്കാരും കേൾക്കാൻ വേണ്ട. അങ്ങനെയല്ല. നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണല്ലേ, ഓർക്കുന്നില്ലേ? ഒരു ആചിക നിന്റെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലോ എന്ന് കർത്താവ് റിക്വസ്റ്റ് ചെയ്യാണ്. അതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. അത്ര യുണീക്കാണ് നമ്മുടെ ഫെയ്ത്ത്. ഇറ്റ്സ് ക്ലിയർ ഇനഫ്? താങ്ക് യു. ഇനി അടുത്ത നമ്മുടെ പാസ്റ്റർ KT ജോസഫ്. പാസ്റ്റർ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും. പിന്നെ പ്രോവേർബ്സ് 16:6 പറയുന്നുണ്ട്, ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്ത് ഈ അകത്തുള്ളത് കൊടുക്കണം, ദയം കൊണ്ട് എങ്ങനെ പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളത്? ഈ അകത്തുനിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് മേളത്തെ വാക്യങ്ങളൊന്ന് വായിച്ചേ. മേളത്തെ നമ്മൾ വായിക്കണമല്ലോ. ഓക്കെ, ഒരു മിനിറ്റ് വായിക്കാവേ. കർത്താവ് പരീശന്മാരായി നിങ്ങൾ കിണ്ടിക്കണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറമുണ്ടാക്കിയവൻ അല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു. അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം.
ആ നമ്മുടെ അകത്തുള്ളതാണ് ഭിക്ഷയായി കൊടുക്കേണ്ടത്. അകത്ത് എന്തുണ്ടായിരിക്കണം? നമ്മുടെ എഫെസ്യ ലേഖനത്തിൽ വരണം അത് മനസ്സിലാക്കാൻ. ആ ദൈവത്തിന്റെ സകല നിറവിനാലും നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എന്തൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു? സ്നേഹം, ആ വിശുദ്ധി, ആ ദയ, ആ കരുണ, ദയ, ആ വിശ്വസ്തത, ഇതുകൊണ്ടെല്ലാം നിറഞ്ഞിരിക്കുക. ആ ദൈവത്തിന്റെ നിറവ്. നിങ്ങളുടെ അകത്ത് മുഴുവൻ കുശുമ്പും കുന്നായ്മയും അശുദ്ധിയാണല്ലേ? അതെ, അതാർക്കും കൊടുക്കാനൊക്കത്തില്ലല്ലോ. അത് ഇതൊന്നും കൊടുക്കാൻ നിറയ്ക്കുക പറ്റില്ല. ഹൃദയത്തിൽ. എന്നിട്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഭിക്ഷയായിട്ടെന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുക. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുണ, നിങ്ങളുടെ ദയ ഇല്ലേ, അതൊക്കെ മറ്റുള്ളവർക്കൊന്ന് കൊടുത്തു ആ നോക്കിക്കേ. ആ അപ്പൊ നിങ്ങൾ ശുദ്ധരായിത്തീരും. ശുദ്ധരായിത്തീരും. 2, ഇനി നമുക്ക് ഇവിടേക്ക് സദസ്യവാക്യത്തിൽ വരാം. ആ അത് ഞാൻ സാറിന് പബ്ലിക്കായിട്ട് അതിന് ആ മറുപടി പറയാറില്ല. പക്ഷെ ആ ഇതിപ്പോൾ നിങ്ങളല്ലേ എൻ്റെ സ്റ്റുഡൻസ് അല്ലയോ? ആ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റത്തുമില്ലല്ലോ. അത് അതുകൊണ്ട് നിങ്ങളല്ലേ എന്നെ ട്രാപ്പിലാക്കുന്നവർ. ദൈവമേ. നിങ്ങളെ ട്രാപ്പിലാക്കുന്നവര്. ഈ നെബൂഖദ്നേസറിനെതിരായിട്ട് ദൈവത്തിന്റെ വേർഡിക്റ്റ് വന്നു. ആ വേർഡിക്റ്റ് വന്നപ്പം നെബൂഖദ്നേസർ ദാനിയേലിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ നീതിയാൽ പാപങ്ങളെയും ആ സാധുക്കളോട് കൃപ കാണിക്കുന്നതിനാൽ അകൃത്യങ്ങളുടെ ബഹുത്വത്തെയും കുറച്ചു കൊള്ളുക. ഒന്ന് നീ നീതി ചെയ്യണം. ഉം. അപ്പൊ നിന്റെ പല പാപങ്ങളും പരിഹരിക്കപ്പെടും. ദൈവം ക്ഷമിക്കും. ദാനിയേൽ 2, 4:27. 2 നീ സാധുക്കളോട് ദയ കാണിക്കണം. ദയ കാണിക്കണം. അപ്പൊ നീ കരുണ കാണിച്ചു എന്നുള്ളതുകൊണ്ട് നിനക്ക് ഞാൻ കരുണ തരും. ന്യായവിധി ദിവസത്തില് ഓക്കെ കരുണയുള്ളവർ ഓക്കെ. ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കുമെന്നല്ലേ? അതെ അതെ അതെ. ആ, സദൃശവാക്യത്തിൽ ഇതിന്റെ സമമായ ഒരു കാര്യം പറയുന്നത്. ആ സദൃശവാക്യത്തിൽ നിന്ന് വായിച്ചാട്ടെ. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ നീ പരിശു- ദയയും മറ്റുള്ളവരോട് വിശ്വസ്തം കാണിക്കുകയാണെങ്കിൽ ആ. നിന്റെ ഒരുപാട് അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടും. കാരണം ഈ വിശ്വസ്തത ദയ എന്ന് പറഞ്ഞാൽ എന്ന് എന്താണ്? പറയുന്നത് എന്തോ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് ആ അതിന്റെ എന്താണ് സെയിം തിങ്. പ്രായോഗികമായിട്ടുള്ള അർത്ഥം? എങ്ങനെ അത് പ്രായോഗിക അർത്ഥം എന്നുള്ളതോ? ആ നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന കാര്യമില്ല. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, ആ, നമ്മുടെ ആ, ഫാമിലി ലൈഫിൽ, സത്യസന്ധരാൻ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ചർച്ച് ലൈഫിൽ സത്യസന്ധരന്മാർ, നമ്മൾ കാണിക്കുന്ന സെൻസ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, അത് മാത്രമേ ഉള്ളൂ. ഈ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും വലിയ കാര്യം ഓക്കെ. കരുണയാണ്. കരുണയാണ്. ആരാധനയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന കരുണയ്ക്കാണെന്ന് കർത്താവ് പറയാ. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ കരുണയിലത്ര പ്രസാദിക്കുന്നു. ഞാൻ പ്രസാദിക്കുന്നു. അല്ല എന്താന്ന് പോയി പഠിക്കാൻ. ആ അത് അത് ദൈവത്തിന്റെ ഒരു വേ ഓഫ് ഡീലിംഗ് ആണ്. ആ അത് ദൈവത്തിന്റെ വേ ഓഫ് ഡീലിംഗ് ആണ്. അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ആ ഓക്കെ. കരുണയും മനസ്സിലും നമുക്ക് വേണം. അപ്പം അത്യാവശ്യം കരുണയുള്ളവരായി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. ആണ്. വളരെ അത്യാവശ്യമാണ്. ഓക്കെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. അടുത്തതാരാണ്? Sister Bina Rita Fernandez. റീന റെബേക്ക ഫെർണാണ്ടസ്, 3 പേരാണ്. യെസ്, 3 in 1. പിന്നെ അല്ല, ചോദിച്ചോ. Please unmute. Bina Rita Fernandez, sister. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ. Yes. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തില് ഇതിന് 27 മുതലേ പുനരുദ്ധാനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവര് 7 പേരും മരിച്ചു, സ്ത്രീയും മരിച്ചു. അതിനുശേഷം അവൾ ആരുടെ ഭാര്യയായിട്ടാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാന്ന് ചോദിക്കുന്നു സദൂക്യന്മാരെ. അപ്പോ കർത്താവ് പറയുന്നു അവര് ദൂതന്മാരെ പോലെ ആയിരിക്കുന്നു. അപ്പൊ നമ്മള് പഴയ നിയമത്തില് ഉൽപ്പത്തിയില് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു.
അപ്പോൾ യഹോവ മനുഷ്യരിൽ അവന്റെ ആത്മാവ് സദാകാലം ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല. അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ദൈവത്തിന്റെ പുത്രന്മാരും ദൂതന്മാരും തമ്മിൽ വ്യത്യാസം ഉണ്ടോ പാസ്റ്റർ? നമുക്ക് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരുപാട് കാറ്റഗറി ഉണ്ട്. നമ്മളെല്ലാത്തിനും ഒറ്റ പേരിട്ടിരിക്കുന്നതാണ് ഏഞ്ചൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളൊരു സ്വർഗത്തിൽ ചെല്ലത്തില്ലയോ? അതോ സിസ്റ്റർ വരുന്നില്ലയോ? വരുന്നുണ്ട്. ഹസ്ബൻഡ് അവർ വരുന്നുണ്ട്. സിസ്റ്റർക്ക് മിക്കവാറും വരാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ഏഞ്ചലിക് ബറ്റാലിയൻസിനൊക്കെ കാണുന്നത്. ഭൂമിയുടെ ഭരണം നടത്തുന്നതിന് വേണ്ടി ദൈവം ഇങ്ങോട്ട് വിട്ട ഒരു വിഭാഗം ആളുകളായിരുന്നു അവര്. അവർക്ക് വേറൊരു ശരീരമായിരുന്നു. ഡിഫറെന്റ് ബോഡി. നമ്മൾ ഈ ഭൂമിയിലെ കാര്യം നടത്തുന്നത് വിട്ടുകൊണ്ട് അവർക്കാണ് മനുഷ്യരുടെ സ്ത്രീകളുമായിട്ട് ഇടകലരാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരെന്ന് പറയുന്ന ഗണത്തിന് അവര് മെയിൽ ആണ് അവരുടെ ജെൻഡർ. പക്ഷെങ്കിൽ അവർക്ക് ഈ അന്യ ജഡത്തോട് മോഹമില്ല. അവർക്ക് ഫിസിക്കൽ റിലേഷൻസ് ഇല്ല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് ആരുമായിട്ടും ഫിസിക്കൽ റിലേഷൻ ഇല്ല. ആരുമായിട്ടും ഈ സ്വർഗത്തെ പറ്റി യാതൊരു ധാരണയില്ലല്ലോ സാധുക്കർക്ക്. അതുകൊണ്ട് അവർ ചോദിക്കുക, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവള് 7 പേരിൽ ആരുടെ ഭാര്യയാകുന്നു? സ്വർഗത്തിൽ ആരുടെയും ഭാര്യയാകുന്നില്ല. ആരുടെയും ഭാര്യയാകുന്നില്ല. നമ്മൾക്ക് അവിടെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെന്നു എന്നുള്ള സന്തോഷവും, പിന്നെ നമ്മൾ ഒന്നാമത്തെ സന്തോഷം നമ്മുടെ കർത്താവിനെ കാണുന്നുള്ളതാണ്. കർത്താവിനെ കാണുന്നുള്ള രണ്ടാമത്തെ സന്തോഷവും, നമുക്ക് പ്രതിഫലം ലഭിച്ചു എന്നുള്ള മൂന്നാമത്തെ സന്തോഷവും, നാലാമത്തെ സന്തോഷം ദൈവം നമ്മൾ കർത്താവിനോട് വാഴാൻ പോവുകയാണ്. നമ്മൾ ഭരണാധികാരികളാകാൻ പോകുമ്പോഴാണ്. അവിടെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിലുള്ള സന്തോഷമാണുള്ളത്. ഏതിലല്ല? ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെ സ്വർഗത്തിൽ ചെല്ലുക. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഭാര്യയുടെ ആശ്വാസം എൻ്റെ ഈ വീൽ ചെയർ ഉന്തിക്കൊണ്ട് പോകേണ്ടതുള്ളത്. കാര്യം ഞാൻ വീൽ ചെയറും കൊണ്ടല്ല സ്വർഗത്തിൽ പോകുന്നത്. എൻ്റെയും വലിയൊരു ആശ്വാസം അതാണ്. അപ്പം ഭാര്യയ്ക്ക് സന്തോഷം ഇയാളെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് പോകേണ്ടത്. രണ്ടാമത്തെ കാര്യം, കൂടെ ചായ കൊണ്ടുവോ എന്ന് പറയത്തില്ലെന്നുള്ളതാണ്. ഇതൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നുള്ള സന്തോഷമല്ലാതെ ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്കുള്ള ഒരു റിലേഷൻ സ്വർഗത്തിൽ ഞങ്ങൾ തമ്മിലില്ല. അങ്ങനത്തെ കാര്യമേ സ്വർഗത്തിലില്ല. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് സ്വർഗത്തിലെ സന്തോഷത്തിന്റെ കാര്യം. താങ്ക് യു. വെൽക്കം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തു. ഈ കൊലോസ്യ ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്റെ സെക്കൻഡ് പാർട്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ ഇവിടെ സ്വർഗത്തിലുള്ളത് പിതാവിനോട് നിരപ്പിച്ചു എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യം. That's a good question. കേട്ടോണേ, യേശു ക്രിസ്തു തൻ്റെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിലെ രക്തം ചുന്തിയത്, ആ രക്തത്തിന് ഒരുപാട് പേർപ്പസസ് ഉണ്ട്. അതിലൊരു പേർപ്പസ് വീണ്ടെടുപ്പാണ്, ഒരു പേർപ്പസ് രക്ഷയാണ്, ഒരു പേർപ്പസ് ശുദ്ധീകരണമാണ്, മറ്റൊരു പേർപ്പസ് പ്രൊട്ടക്ഷനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പേർപ്പസ് റിക്കൺസിലിയേഷനാണ്. വീണുപോയ മനുഷ്യൻ സ്വർഗവും സ്വർഗത്തിലെ സ്ട്രക്ചേഴ്സുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയി. വീണുപോയ മനുഷ്യൻ സ്വർഗവും സ്വർഗത്തിലെ കാര്യങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലുള്ള കാര്യങ്ങൾ, അത് വീണ്ടും ജനിച്ചൊരു വൈദ്യുതി ചെയ്തു, അല്ലെങ്കിൽ വീണ്ടും തന്നെ ശരിയാണെങ്കിൽ അറിയാം. ആ കൊലസമയത്ത് തന്നെയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് വീണ്ടും ജനിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇനിയും ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിക്കുന്നത്.
വിധത്തിലുള്ള ഒരേ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടിയുള്ളത്. അതുമായിട്ടെല്ലാം നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. വീട് കഴിഞ്ഞപ്പം ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് പിതാവുമായിട്ട് നിരപ്പ് വന്നു. സ്വർഗത്തിലുള്ള സകല കാര്യങ്ങളുമായിട്ടും നമുക്ക് നിരപ്പ് വന്നു. കാരണം യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള വഴിയായി നമുക്ക് തൻ്റെ രക്തം മുഖാന്തരം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യം കിട്ടി. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനമുള്ള ധൈര്യം കിട്ടി. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ എന്തെല്ലാം ഉണ്ട്, അതുമായിട്ടെല്ലാം നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയിരുന്ന ആ കണക്ഷൻ ഇപ്പോൾ റീകണക്റ്റഡ് ആയി, റിക്കൺസൈൽഡ് ആയിട്ട് കിട്ടി. അതാണ് അതിൻ്റെ അർത്ഥം. ഈസ് ഇറ്റ് ക്ലിയർ ഇനഫ്? താങ്ക് യു സാറേ. പിന്നല്ലാതെ. താങ്ക് യു. അടുത്ത ആരാണ്? ഷീല, സിസ്റ്റർ ഷീല. ഈ അതിനും ഒരാളുണ്ട്. അല്ല, ജോസ് അടൂര്. ജോസ് ചോദിച്ചാണല്ലോ. Yes. സിസ്റ്റർ ഷീല. Sir, I think in chronological order it's Sir Joe Sadu. ഓക്കെ, ഞാൻ ജോസ് അടൂർ ഓൾറെഡി ചോദിച്ചാണെന്ന്. Okay. കുഴപ്പമില്ല. ജോസ് അടൂരിനോട് ചോദിച്ചോട്ടെ. ഹലോ, അൺമ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ആ അന്യഭാഷാ ഭാഷണത്തെ കുറിച്ച് സാർ ആൻസർ ചെയ്ത ആ സമയത്തുണ്ടായ ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യമല്ല ഇത്. എനിക്ക് അറിയേണ്ട കാര്യം, ഞാൻ അന്യഭാഷാ ഭാഷണം കർത്തവ്യമായിട്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ എൻ്റെ പ്രാക്ടിക്കലായിട്ട് ഉള്ള ആളുകളുമായിട്ടുള്ള ഇടപാടുകളിൽ രണ്ട് രീതിയിൽ ഇതിനെ ഞാൻ ആളുകളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ഒരു ഗ്രൂപ്പ് ആളുകൾ അവർ പ്രാർത്ഥനയിൽ കർത്താവുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, അതവർക്ക് ആത്മീയ വർധന വരുത്തുന്നു, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ പ്രകാശം ലഭിക്കുന്നു. മറ്റൊരു ഗ്രൂപ്പ് ആളുകൾ സാറിൻ്റെ പറഞ്ഞതുപോലെ ഒരാൾ ഓക്കെ നമുക്ക് എല്ലാവർക്കും അന്യഭാഷയിൽ ആരാധിക്കാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആൾ ഓഫ് എ സഡനായിട്ട് അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. എന്നിട്ട് അവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ഭാഷകളൊക്കെ നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഉണ്ടല്ലോ, എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റും. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിൽ ഇത് കാണുന്നു. അപ്പോൾ ഇത് രണ്ടും വചനാനുസരണമാണോ അതോ ഇതിലേതെങ്കിലും ഒന്നേ വചനാനുസരണമുള്ളൂ? അതാണ് എൻ്റെ സംശയം വന്നത്. ഇതിൽ ആദ്യത്തെ പറഞ്ഞ വചനാനുസരണമാണെന്ന് എനിക്കറിയാം. കാര്യം നമ്മൾ പ്രാർത്ഥനയിൽ പിതാവിനോട് സംസാരിക്കുന്ന എൻ്റെ ഭാഷയിൽ. രണ്ടാമത്തെ വചനാനുസരണമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതൊരു വേർഡിക്റ്റാണ് ഞാൻ പറയേണ്ടത്. ആൻസർ ഒരു വേർഡിക്റ്റ്, വിധിയാണ്. അതെനിക്ക് അനുവാദമില്ല. കർത്താവ് വരുന്നവരെ നിങ്ങൾ ഒന്നിനെ പറ്റി വിധിക്കരുത്. ഡിസേൺമെന്റ് ഇല്ല. താങ്ക് യു. ഇനി സിസ്റ്റർ ഷീല ചോദിച്ചാട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ ക്വസ്റ്റ്യനും ഈ അന്യഭാഷയെ പറ്റി തന്നെയാണ്. സാറ് പറഞ്ഞപ്പം കോർപ്പറേറ്റഡ് അന്യഭാഷയിൽ ആരാധിക്കുന്ന ആ ഫ്രേസ് ആണോ തെറ്റ്? ബിക്കോസ് ഞങ്ങള് മീൻസ് എസ്പെഷ്യലി ലേഡീസ് പ്രയർ ഒക്കെ ചെയ്യുമ്പം അന്യഭാഷയില് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വി കുഡ് ഫീൽ ദ അറ്റ്മോസ്ഫിയർ ഈസ് ചേഞ്ചിങ് കോർപ്പറേറ്റ് ആയിട്ട്. So are you suggesting that we should not do that? No, you should do it. You should do it. Yeah. പിന്നെ അത് വളരെ അത്യാവശ്യ കാര്യമാണ്. സഭ കൂടി വരുമ്പം നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ഈ സമയം ചെലവഴിക്കുന്നത് നല്ല കാര്യമല്ലയോ? അന്യഭാഷകളിൽ ആരാധിക്കാമെന്ന് പറയുമ്പോഴേ പ്രോബ്ലം ഉണ്ടാകുന്നത്. ആരാധിക്കുക അങ്ങനെയുള്ള ആ ഫ്രേസ് പറയരുത്. ആ ഫ്രേസ് പറയുമ്പോഴേ പ്രോബ്ലം ഉണ്ടാകുന്നത്. നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങൾ സഹോദരിമാർ കൂടി അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാന്നൊക്കെ പറയാം, അല്ലെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ
ഒരു അന്യഭാഷ പറയുന്നു, അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ചേഞ്ച് ആകുന്നു, ഗാൽവനൈസ്ഡ് ആകുന്നു. യെസ്, ദാറ്റ്സ് നീഡഡ്, അബ്സല്യൂട്ട്ലി, നോ Okay. ഡൗട്ട്. Thank you, sir. Thank you. Sumit, the Yes. next is Augustine, sir. Augustine. Yes, Augustine, please. Augustine, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പ്രൈസ് ലോർഡ് സർ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ SPS 6-ലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ ആദ്യം. നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് 1 യോഹന്നാൻ 7-ലും 1 തിമോത്തി 6:16 നമ്മൾ വായിക്കുന്ന അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, വെളിച്ചത്തിലിരിക്കുന്ന ദൈവത്തെ പറ്റി പറയുന്നത്. പഴയ നിയമത്തിലൊരു 10 കൽപ്പനകൾക്ക് ശേഷം മോശ ദൈവത്തെ അപ്രോച്ച് ചെയ്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് മോശ ചെല്ലുന്നു എന്നാണ്. ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ഓരോരുത്തർ വെളിച്ചത്തിൽ വസിക്കുന്നു, മറ്റൊരു ഇരുട്ടത്ത് വസിക്കുന്നു. ഈസി പറയാം. ഓരോരുത്തർ കുറച്ചു നേരം പകലിരിക്കുന്നു, കുറച്ചു നേരം രാത്രി ഇരിക്കുന്നു പറയുമ്പം പെട്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷെ അതല്ല ഇതിന്റെ ആൻസർ. അതല്ല ഇതിന്റെ ആൻസർ. രണ്ടിടത്തും 2 അർത്ഥമാണ്. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അർത്ഥങ്ങളാണ്, പരസ്പര ബന്ധമില്ലാത്ത അർത്ഥമല്ല. ഒന്ന്, ദൈവത്തിന്റെ ഹോളിനെസ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രഭയാണ്. ആ പ്രഭയുടെ അടുത്ത് ആർക്കും അടുക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ ഹോളിനെസിന്റെ സ്റ്റാൻഡേർഡ്. അത് വലിയൊരു തീയല്ല, ബട്ട് അതൊരു ശോഭയാണ്, അല്ലെങ്കിൽ ഷക്കീനയാണ്. ആ ഷക്കീന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അടുക്കാൻ കഴിയാത്തതായ പ്രഭയാണത്. അത് ദൈവത്തിന്റെ ഹോളിനെസിന്റെ ഭാഗമാണ്. ഇനി ശ്രദ്ധിച്ചോണം, നീ കൂരിൽ വസിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഫിഗറേറ്റീവ് മീനിങ് ആണുള്ളത്. എന്ന് പറയുമ്പം കൂരിൽ എന്തെങ്കിലും സാധനം കൊണ്ട് വെച്ചു, ആർക്കും അറിയാം എവിടെ ഇരിക്കുന്നത്? അറിയത്തില്ല. ദൈവത്തിന്റെ അൺസെർച്ചബിലിറ്റിയാണ്. അൺസെർച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം എന്ന വാക്കിന്റെ ഹെബ്രായിക് വേർഡ് ഒലാം എന്നാണ്. ഈ ഒലാം എന്ന വേർഡിന് വേറൊരർത്ഥം മറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്ത് മറഞ്ഞിരിക്കുന്നു? സൃഷ്ടാവ് മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. വിത്ത് ഓൾ യു സെർച്ച്, നിങ്ങളുടെ മുഴുവൻ സെർച്ച് എഞ്ചിനും എന്തെല്ലാം സംഗതികൾ കൊണ്ടുവച്ച് നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയാലും ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഈ കൂരിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അല്ല ഇരുട്ടത് ഒരു പമ്മിയിരിക്കുന്നതല്ല അതിനർത്ഥം. നിങ്ങളുടെ പ്രയത്നം കൊണ്ട്, അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അൺസെർച്ചബിലിറ്റിയാണ്. ഇത് രണ്ടും കണക്റ്റഡുമാണ് പരസ്പരം. Thank you. Can I ask one more question? Please. നമ്മൾ സാറിന് അനുവദിക്കത്തില്ല, എന്നാൽ ഇപ്പൊ അനുവദിക്കുക. Your answer has thrown some light. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സാർ പലതവണ ക്ലാസ്സിൽ ഇത് എടുത്തിട്ടുള്ളതാണ്. It is called a sea of glass and fire. POC ബൈബിൾ എഴുതിയിരിക്കുന്ന അഗ്നിമയമായ പളങ്ക് കടൽ. 15-ലും ഒക്കെ റെഫറൻസ് ഉണ്ടല്ലോ. അപ്പം എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, പുതിയ നിയമത്തിലെ വാക്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് വി ഹാവ് എ റെസറക്ഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3:2 പറയുന്നു വി ഷാൽ ബി ലൈക്ക് ഹിം. പിന്നീട് കൊളോസ്യർ 3:4 പറയുന്നു വി ഷാൽ അപ്പിയർ വിത്ത് ഹിം ഇൻ ഗ്ലോറി. വി ക്യാൻ ഓൾസോ വി ആർ ബോൾഡ്ലി അപ്രോച്ചിങ് ദി ത്രോൺ ഓഫ് ഗ്രേസ്. ഫാസ്റ്റ് കുറച്ച് മുമ്പ് മെൻഷൻ ചെയ്തതാണ്. ജീവന്റെ പുതുവഴിയായി ക്രിസ്തു എന്ന എബ്രായ ലേഖനത്തിലും പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ചോദ്യം ഇതാണ്, കത്തോലിക്കർ വിശ്വസിക്കുന്ന പോലെ അവർ ഈ 1 കൊരിന്ത്യർ 3-ലുള്ള ഒരു തീക്കടൽ അവർ പറയുന്ന പർഗട്രി, അതങ്ങനെ പറയുന്ന അതൊരു റോങ് ഇന്റർപ്രിട്ടേഷൻ ആണ്. What is this second purification? കാരണം ഇങ്ങനെ ഓൾറെഡി നമ്മൾ റെസക്റ്റഡ്, അപ്രോച്ചബിൾ ആണ്, വി ആർ അക്സെപ്റ്റഡ്.
പിന്നെ ഫൈനൽ പ്യൂരിഫിക്കേഷന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി തരാമെന്നാണ് ചോദ്യം. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം. അവിടെ വെന്ത് പോകേണ്ട പ്രവർത്തികളുണ്ട് അപ്പോഴും നമ്മുടെ കൂടെ പുറകെ വരുന്നത്. അതെ, ഓക്കെ. ആ പ്രവൃത്തികൾ വെന്ത് പോകുന്നതിന് അതിനാണ് ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രവൃത്തികൾ വെന്ത് പോകണം. പ്രവൃത്തികൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊള്ളാത്ത പോലെ പ്രവൃത്തികൾ നമ്മുടെ ഉണ്ട്, ഓരോ കയ്യിലിരിപ്പുണ്ടത്, അതവിടെ വെന്ത് പോകും. അത്രേ ഉള്ളൂ. ഈ ഗ്ലോറിഫിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്നില്ല എന്നാണ്. ഇല്ല, നടക്കുന്നില്ല. ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ്സാ. പിന്നെ ഒരു ഭാഗത്താണ് ഇത് നടക്കേണ്ടത്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. യു വെൽക്കം. അടുത്ത ഡോക്ടർ സുദീപ്. Dr. Sudeep. Yes. Please unmute yourself, doctor. Dr. Sudeep, please unmute yourself and also please switch on your camera. Oh, hi. Sorry. That's fine. Pastor, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന കർത്താവിന്റെ ദാസന്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. അപ്പം അതിനകത്ത് എല്ലാവരും അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ മെസ്സേജ് പിന്നെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഈ ബോണഗൈൻ ആയിട്ടുള്ള എല്ലാവരും അബ്രഹാമിന്റെ ആണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുമോ? അബ്രഹാമിൽ നിന്ന് ജനിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും മക്കളാകുന്നില്ല. ഇസ്രയേലാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വാഗ്ദത്തത്തിന്റെ അവകാശികളാകുന്നുമില്ല. ഒരു റെമനന്റ് മാത്രമേ അതിലെത്തുന്നുള്ളൂ. അങ്ങനെ വചനം പറഞ്ഞാൽ അതിനപ്പുറം കയറി പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? തീർന്നു, അവിടെ തീർന്നു. ആ റെമനന്റിനകത്ത് നമ്മൾ എത്തുമെന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത്രേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ. വെൽക്കം. സുമീത്, നമ്മുടെ മാത്യു പി ആണ് അടുത്തത്. എന്തോ ഒരു കൊനസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് എനിക്കറിയാം. മാത്യു പി ആയി ഞാന് ലാസ്റ്റ് അയച്ച പോസ്റ്റിൽ നിന്നാണ് റോമർക്കെതിലേഖനം 5:3 അല്ല കേട്ടോ, ചിരി വരുന്നുണ്ട്. റോമർ 5:3 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അല്ല, സോറി, 5:3 നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതൊരു ഹോപ്പ്. 5 വരുമ്പം പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ധാരണ, ഈ ക്ലാസ് കേൾക്കുന്നതിനും വരെ 5:5 പ്രത്യാശ 2:1 വിചാരിച്ചിരുന്നത്. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ 2 കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയേക്കാം. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവമക്കളായി നമ്മളെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകണം നമ്മൾക്ക് തോന്നിയാൽ, കർത്താവ് നമ്മളെ ആദ്യം കൊണ്ട് കഷ്ടതര വള്ളിക്കൂടത്തിലിരുത്തും. കഷ്ടതര വള്ളിക്കൂടത്തിലിരുത്തി അവിടുന്ന് പെറുവിറുക്കാതെ വഴക്കുണ്ടാക്കാതെ മര്യാദ കഷ്ടതയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അടുത്ത സ്കൂളിലോട്ട് വിടുന്നത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത പള്ളിക്കൂടത്തിൽ നിന്ന് നമ്മൾ സഹിക്കേണ്ടത് മുഴുവൻ സഹിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ അടുത്തത് സിദ്ധത, ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകണം അടുത്തത്. അപ്പോൾ സിദ്ധതയുടെ സ്കൂളിനും ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ആർക്ക് പ്രത്യാശ ഉണ്ടായിരുന്ന? ദൈവത്തിന് നമ്മളെ പറ്റി ഹോപ്പുണ്ടായി. മനസ്സിലെ? നമ്മുടെ പ്രത്യാശ അല്ലാതെ ആ അർത്ഥമല്ല. ഗോഡ് ഹാസ് നോ ഹോപ്പ് അബൌട്ട് അസ്. ഇത്രയും ക്വാളിഫൈ ആയി കഴിഞ്ഞപ്പം പിന്നെ മാത്യു ഒരു മോനെ കൊണ്ട് പള്ളിക്കൂടത്തിൽ വിടുന്നു. അവന് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് പാസ്സായി,
ഡിഗ്രിക്കും ഫസ്റ്റ് റാങ്ക് പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് റാങ്ക് പാസ്സായി, PhD കിട്ടും, അതും സമയത്ത് അവൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവനെ പറ്റി മാത്യുവിക്ക് ഒരു ഹോപ്പ് ഉണ്ടായി, ഇവൻ രക്ഷപ്പെടുമെന്നുള്ളത്, അല്ലേ? ഹലോ, കേൾക്കാമോ? മാത്യുവിനെ കൂട്ടിട്ട് പോയി. Shinu Joseph, please unmute. Yes, Shinu. Shinu Joseph, unmute. Please also switch on your camera. Yeah, ഫസ്റ്റ് പ്രൈസ് ലോർഡ്. praise the Lord. ഞാൻ ഷിനു ആണ്, കുവൈറ്റിൽ നിന്നാണ്. ആ, SBS 7 സ്റ്റുഡന്റ് ആണ്. സ്തോത്രം. ഫസ്റ്റ് എനിക്ക് ഈ ഒരു സംശയം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ആ ഒരു ഇതിൽ വായിച്ചപ്പോഴ് സാധാരണ ഞാനൊക്കെ കേട്ട് പഠിച്ചൊരു കാര്യം, ഈ പെന്തിക്കോസ്ത് സഭയുടെ ആ ഒരു ആരംഭം 50 ദിവസം ഒരു കാത്തിരിപ്പ് എന്നുള്ളൊരു സ്റ്റഡി കേട്ടിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കാണുന്നത്, പക്ഷെ ബൈബിൾ വായിക്കുമ്പോഴാണ് കാണുന്നത്, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവര് ആ മാളിക മുറിയിൽ കാത്തിരുന്നു. പിന്നെ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നുള്ള പിന്നെ വരുന്നത്. അപ്പം ഒരു പൊതുവായ ഒരു സ്റ്റഡി വരുന്നത്, ഈ ഞാൻ കേട്ടിട്ടുള്ളതും ഒരു 50 ദിവസത്തെ കാത്തിരിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പെന്തിക്കോസ്ത് ആ ഒരു വാക്കിന് അർത്ഥം കൊടുത്തുകൊണ്ട് പലരും അതിനെ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് പൊരുൾ തിരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് ഉണ്ടോ? ഇവര് ശിഷ്യന്മാര് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ ആ ഒരു കൂട്ടം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം, ഇവര് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒരു 50 ഡേയ്സിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ദിവസം വന്നെന്നും അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം അവരുടെ മേൽ വന്ന് അവരെല്ലാവരും ആ ഒരു ആത്മസഭ രൂപീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായതെന്നും ഉള്ള എന്തെങ്കിലും ഒരു പാസ്റ്ററുടെ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നമുക്കതിനൊരു തെളിവുണ്ടാകും. യേശുക്രിസ്തുവിന്റെ ഉയർത്തപ്പെട്ടതിന് ശേഷം 50-ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവെന്ന് അവർ കാത്തിരിക്കുകയായിരുന്നു, സഭ രൂപീകരിച്ചു. ശരിയാ. അപ്പൊ അതിനകത്ത് കുഴപ്പമെന്താ? അല്ല, അതിനകത്ത് പക്ഷെ 50 ദിവസം എന്നല്ല, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അതിനകത്ത് ബൈബിളിൽ കാണിക്കുന്നുള്ളൂ. അവിടെ നമുക്ക് 50 ദിവസം എന്നൊരു സർട്ടൺ പീരിയഡ് അവർ കൊടുത്തിട്ടില്ല. കഷ്ടമായി പോയി. കർത്താവ് ഉയർത്തതിന് ശേഷം 40 അങ്ങനെ ഉണ്ടോ? ഉണ്ടായിരുന്നല്ലോ. അതുകൂടെ കൂട്ടി ഞാൻ ചോദിച്ചതല്ല പാസ്റ്റേ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, അതായത് സ്വർഗാരോഹണത്തിന് ശേഷം ഒരു 50 ഡേയ്സ് എന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഞാനിപ്പോ ഇല്ല, സ്വർഗാരോഹണത്തിന് ശേഷം 50 ഡേയ്സ് അല്ല, ഉയർത്തെഴുന്നേൽപ്പിന് അല്ല. ഓക്കെ, അതാ ചോദിച്ചു. കാരണം പല പഠിപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതിനുശേഷം 50 നാൾ അവര് മാളിക മുകളിൽ കാത്തിരുന്നു. കുവൈറ്റിൽ എന്തോ ചെയ്യാ? പക്ഷെ ഞാനൊരു ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പാസ്റ്റ് ഇടയ്ക്ക് ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ സ്കൂളിലായിരിക്കുവാണ്. പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനസ്സിലായി. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ആള് തന്നെയാണോ? റാന്നിക്കാരൻ. മനസ്സിലായി. പിന്നെ നമ്മൾക്ക് ഈ നിർഭാഗ്യവശാല് ഈ ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന ആളുകളാണ് നമ്മളെ ഇപ്പൊ വഴിതെറ്റിക്കുന്നത്. ഈ ജനത്തെ നടത്തുന്നവരിവരെ വഴിതെറ്റിക്കുന്നു എന്നൊരു വാക്യം വേദോസ്തവത്തിൽ കണ്ടു. ആര് കണ്ടു? സാത്താൻ കണ്ടു. പുള്ളി പെട്ടെന്ന് പാസ്റ്റർമാർ റിക്രൂട്ട് ചെയ്തെന്നറിയോ? ഈ ഇതെല്ലാം കൊടുത്ത്, MTH എല്ലാം കൊടുത്ത്, BD ഒക്കെ കൊടുത്ത്, പിന്നെ MD ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇറക്കി വിട്ടു. ഇവർക്ക് ഇതല്ലാതെ വേദോസ്തവത്തിന്റെ ABC ഈ പുള്ളികൾ വായിച്ചിട്ടില്ല. ഇവർ പറയുന്ന മുഴുവൻ വിവരദോഷത്തിന്റെ PhDകളാണ്. ഒന്നാമത്തെ കാര്യം, പെന്തക്കോസ്ത് എന്നത് ഈ സഹ്യോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ചേർന്ന അന്ന് ഉണ്ടായ ദിവസമല്ല. ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടെ വന്ന് സീനായി മരുഭൂമിയുടെ അവിടെ വരികയും ദൈവം ഇറങ്ങി വരികയും ചെയ്ത 50-ാമത്തെ ദിവസം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാമത്തെ ദിവസം ദൈവം ഇറങ്ങി വന്ന് ഭൂമിയിൽ ദൈവസഭ സ്ഥാപിച്ചു. അതാണ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറ്റിയ കുഴപ്പം കേട്ടല്ലോ.
പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആ വേർഡിന് ഗ്രീക്കിലല്ല അതിൻ്റെ അർത്ഥം, ഹീബ്രുവിലാണ്. ഷെവു ഓത്ത് എന്നാണ്. ഷെവു ഓത്ത് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ഓക്കെ അല്ലെങ്കിൽ ഉത്സവം എന്ന് കേട്ടോ. അല്ലാതെ ഈ ഓക്കെ ദിവസമല്ല. അതിന് ഓക്കെ 1500 വർഷം മുമ്പുണ്ടായ ദിവസമാണ് ഈ പെന്തക്കോസ് എന്ന് പറയുമ്പം. ഇന്ന് പെന്തക്കോസുകാരെന്ന് പറയുന്ന ആളുകൾ എന്താ അതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത്? ഒന്നുമല്ല പെന്തക്കോസ്. ഇന്ന് നമ്മൾ പെന്തക്കോസ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന വിവരദോഷം, അടി പിടി ബഹളം, പോലീസ്, കത്തിക്കുത്ത്, കോടതി, രാഷ്ട്രീയം, ഈ കാണുന്നതൊന്നും അല്ല പെന്തക്കോസ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നോട്ട് എ ഓക്കെ സിംഗിൾ പെന്തക്കോസ്റ്റ് പാസ്റ്റർ നോസ് ദ മീനിങ് ഓഫ് പെന്തക്കോസ്റ്റ്. ഇനി അഥവാ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞു കേട്ടതല്ലാതെ ഇതിൽ ഒരെണ്ണത്തിന് എൻ്റെ മീനിങ് അറിയത്തുമില്ല. ദാറ്റ് ഈസ് എ ട്രാജഡി ഓഫ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ഓക്കെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ഒരു ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യാനും ഒരു കാര്യം ഏറ്റെടുക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഫസ്റ്റ് എടുത്ത് തന്നെ ചോദിച്ചു. താങ്ക് യു ഓക്കെ, പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ദാറ്റ്സ് ഫൈൻ. അടുത്ത ആളാരാണ്? പാസ്റ്റർ ജോൺ പോൾ. പോൾജി, ഹറിയപ്പ് ഒറ്റ വാക്കിൽ ചോദ്യം John ചോദിക്കും. Paul. ഒറ്റ വാക്കിൽ ചോദ്യം. ഇൻട്രഡക്ഷൻ ഒന്നുമില്ല. ഒറ്റ വാക്കിലൊന്നുമില്ല. എന്നാ പിന്നെ പറ. രണ്ടു മൂന്ന് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലെ അത് പഠിപ്പിച്ചു വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഈ പോപ്പ് സിംഗിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ പോപ്പ് സിംഗ് ഞാൻ നോക്കിയപ്പോ ഓക്കെ, ഞാൻ അതിന്റെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ. ഇന്ന് ഈ ഇപ്പം ഒരുപാട് വാദ്യോപകരണങ്ങൾ വെക്കുന്നു. അപ്പൊ അതിനുള്ള വാക്യങ്ങളും ഉണ്ട്. ഇപ്പൊ 149-ാം സങ്കീർത്തനവും 150-ാം സങ്കീർത്തനവും ഉപകരണങ്ങളുണ്ട്. അപ്പോ ഇപ്പോൾ ഉള്ള ഈ ഇങ്ങനെയൊക്കെ ഉള്ള സംഗീതം വെച്ച് വായിക്കുന്നത് തെറ്റാണോ ശരിയോ? അത് ഒരേ കാര്യം ശരിയും തെറ്റുമാകും ആര് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, മനസ്സിലായോ? ജഡീകന്മാരും അനാത്മീയരുമായ ആളുകൾ അവർ മ്യൂസിക്കൽ സ്കൂളിൽ പോയി മ്യൂസിക് പഠിച്ചിട്ട് അവർ കുറെ താളം ഉണ്ടാക്കും ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടുകൂടി. ആ താളത്തിലേക്ക് ആത്മീയ ആരാധന ഇറക്കിക്കൊണ്ടുവരുന്നു. അതെ, അത് പാപമാണ്. അത് തെറ്റ. ഓക്കെ, ഞാനും അതാ, അത്രേ ഉള്ളൂ. ഒന്ന് ഒരെണ്ണം കൂടെ നമ്മുടെ ഈ അത് ചോദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പവർ വിഷനിൽ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ സ്ത്രീ വാരിയല് ആണോ ഉള്ള ഒരു ചോദ്യത്തിന്റെ അവസാനം അതിന്റെ ക്ലൈമാക്സിലേക്ക്, അതിന്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരുമ്പോ അവിടെ ഒരു നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും വേണമെങ്കിൽ പറയാം ഒരു കാര്യം സാർ അവിടെ വെളിപ്പെടുത്തി. ഇത്രയേ ഉള്ളൂ. ഇന്ന് സഭകളിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് പല സ്ഥലങ്ങളിലും നടക്കുന്നു, പല കാരണം. അപ്പോ ആദാമിന്റെ ഒരു പാർട്ട്, ആ പാർട്ട് എടുക്കുന്നത്, അതായത് ആദാം പൂർണ്ണമാകണമെങ്കിൽ ആ ഹാഫും കൂടെ വന്നാലേ പറ്റൂ. ഇനി ഹവ്വ പൂർണ്ണമാകണമെങ്കിൽ ആദാം എന്ന പാർട്ടും വന്നാലേ പറ്റൂ. അപ്പോ അത് അങ്ങനെ. പക്ഷെ ഇവിടെ ഒരു സംഭവം, ചെറിയ നിസ്സാര വിഷയങ്ങളിലെല്ലാം അവർ രണ്ട് പാർട്ടാകുന്നു, ആരാധിക്കുന്നു. ഇവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു. ഇത്രയും. അതിനൊരു സ്വർഗം ഉണ്ടാക്കണം. അപ്പൊ അവർക്കിപ്പം ഇപ്പൊ ഉള്ള സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അവർക്ക് വേറെ സ്വർഗം ഉണ്ടാക്കി പോകാം കഴിയുമെന്നുണ്ടെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ, കാര്യം ചോദിച്ചോട്ടെ? ഒരു പച്ച മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് പിളർക്കെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആണല്ലോ. അതാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ദൈവം യോജിപ്പിച്ച അതിനെ മനുഷ്യൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ചോദ്യം ചോദിക്കുക സ്വർഗത്തിൽ പോകുന്നത്. ഓട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ജോസഫ് Joseph MJ brother, please unmute.
Yes, please unmute Please unmute. and ask question. Yes. Yes. Praise the Lord. Praise the Lord. ഞാൻ ചോദിക്കും, ആരെങ്കിലും ആദ്യം ചോദിച്ച് സാർ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിനുശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായിച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചും ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇപ്പൊ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത് മനുഷ്യരാശിയുടെ സകല പാവങ്ങൾക്ക് വേണ്ടിയല്ലേ കഷ്ടം അനുഭവിച്ചത്. അപ്പൊ പൗലോസ് ഇങ്ങനെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു പറയുന്നു. അതിനെ കുറിച്ച് ഒരു വിശദീകരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പേരെന്താ? എന്റെ പേര് ജോസഫ് MJ. എവിടുന്നാ വിളിക്കുന്നത്? കോട്ടയം. എന്തോ കോട്ടയം ഏറ്റുമാനൂർ. എന്തോ ചെയ്യുക? ഇപ്പൊ പ്രത്യേകിച്ച് സാറിന്റെ സ്റ്റുഡന്റ് ആണ്, ഇവങ്ങനെ പഠിക്കുന്നു. ജോലി വല്ലതും ഉണ്ടോ? ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത ജോലിയാണോ നേരത്തെ ചെയ്തിരുന്നത്? വയസ്സൊക്കെ 70 വയസ്സോളായി. അത്രേ ആയല്ലോ? അത് ശരി. ഇതിന് മറുപടി പറയണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് കേട്ടോ. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടങ്ങൾ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുന്നതിനും മനുഷ്യനെ രക്ഷിക്കുന്നതിനും ദൈവത്തിനും മനുഷ്യർക്ക് മധ്യേ താൻ മധ്യസ്ഥനാകുന്നതിനും സഭയുടെ കാന്തനാകുന്നതിനുമാണ്. 4 പർപ്പസും ഫുള്ളാണ്. അതിനാവശ്യമായ കഷ്ടമെല്ലാം തകർത്ത് തീർച്ചയായും. എന്നാൽ പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു. എന്താ പൗലോസിന്റെ കഷ്ടം? നിങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഉറക്കളപ്പ്, പട്ടിണി, യാത്ര, അപമാനം, ഉപദ്രവം, കല്ലേറ്, അടി, ഇടി, ഇതെല്ലാം സഹിക്കുക. സഹിക്കുമ്പോഴെന്ത് ചെയ്യുന്നത്? നിങ്ങളിൽ സുവിശേഷം എത്തുന്നത്. കേട്ടോണേ, യേശുക്രിസ്തു 3.5 വർഷം ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷ സംബന്ധമായി താൻ എവിടെല്ലാം പോയോ അവിടെയൊക്കെ തനിക്ക് എന്ത് കിട്ടി? പരിഹാസം, അപമാനം, നിന്ദ, ഉപദ്രവം, പട്ടിണി, ദാഹം, ഇതെല്ലാം കിട്ടി. പക്ഷെ കുറച്ച് സ്ഥലങ്ങളിലേ പോയുള്ളൂ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞു. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം കർത്താവ് പോയിരുന്നു. കർത്താവിന് എന്ത് കിട്ടിയാനും? ഇതെല്ലാം കിട്ടിയാനും. കർത്താവ് എറണാകുളത്ത് വന്നിരുന്നെങ്കിൽ കർത്താവിന് എന്താ കിട്ടിയാനും? കർത്താവിനെ പരിഹസിച്ചതിനും നിന്ദിച്ചതിനും അപമാനിക്കുമായിരുന്നു, പട്ടിണിക്കിടുമായിരുന്നു, വെള്ളം കൊടുക്കത്തില്ലായിരുന്നു. ഇതെല്ലാം കർത്താവിന് കിട്ടുമായിരുന്നു. കർത്താവിന് പകരം ജോസഫിനെ ആക്കി. അപ്പൊ ജോസഫിന് എന്തൊക്കെ കിട്ടണം? കർത്താവായിരുന്നു അവിടെ വന്നിരുന്നെങ്കിൽ കർത്താവിന്റെ ശരീരത്തിൽ എന്തൊക്കെ കിട്ടണം? അതെല്ലാം ജോസഫിന്റെ ശരീരത്തിൽ കിട്ടണമായിരുന്നു. കർത്താവ് കൊലോസിയിൽ പോയില്ല. കർത്താവ് ഗലാത്യ നാടുകളിൽ പോയില്ല. പോയിരുന്നെങ്കിൽ കർത്താവിന്റെ ശരീരത്തിൽ എന്തൊക്കെ കിട്ടുമായിരുന്നു? അതൊക്കെ കർത്താവിന് പകരം പൗലോസിന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. തിലിപ്സിയൻ എന്ന ഒറിജിനൽ ഗ്രീക്ക് വേർഡ് അവിടെ അല്ലാതെ വേറെ ഒരിടത്തും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം ശുശ്രൂഷയിൽ ഒരാൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെന്നാണ്, അല്ല ക്രൂശിലെ കഷ്ടങ്ങളെന്നല്ല. കർത്താവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് 2 വേർഡുണ്ട്. ഒന്നാമത്തെ മീനിങ് ക്രൂശിലെ കഷ്ടങ്ങൾ, 2 ശുശ്രൂഷ കഷ്ടങ്ങൾ.
കർത്താവ് പോവാത്തടത്ത് നമ്മൾ കർത്താവിന് പകരം പോകുമ്പം കർത്താവ് പോയിരുന്നെങ്കിൽ കർത്താവിന് എന്തെല്ലാം കഷ്ടത കിട്ടുവാനും അത് കർത്താവിന് പകരം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു. ഇപ്പം മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു. അതല്ല ചോദ്യം, മനസ്സിലായോ എന്ന്? മനസ്സിലായി. താങ്ക് യു. ശാമുവേൽ തൃശൂർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിൽ കിടന്നപ്പോൾ എത്ര കാര്യങ്ങളാണ് പൂർത്തീകരിച്ചത്? യേശുവിന്റെ എത്ര കാര്യങ്ങളാ പൂർത്തീകരിച്ച് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പറഞ്ഞ തീരത്തിന്റെ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അതിനറിയാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ സിസ്റ്റമാറ്റിക് ബയോളജി പഠിച്ചു തീർന്നു കഴിയുമ്പം അത് മുഴുവൻ മനസ്സിലാവും. അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ തന്നെ എഴുതിയ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പുസ്തകം ഇപ്പോൾ നിങ്ങൾ വായിക്കാൻ കിട്ടും, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. മേടിച്ചാൽ ഒറ്റ വായനയിൽ അത് മനസ്സിലാകും. കാര്യം നമുക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിൽ കൂടുതലാണ് അതിന്റെ ഇൻവോൾവായ കാര്യങ്ങൾ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം പറയാമായിരുന്നു കേട്ടോ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ സമയവും മരണത്തിന്റെ സമയവും തമ്മിൽ ആ പ്രോപ്പർ ടൈമിലാണ് യേശു ജനിച്ചു എന്നും അതുപോലെ തന്നെ ആ മരണവും ആ പ്രോപ്പർ ടൈമിലാണ് എന്നും ഒരു ക്ലാസ്സിൽ സാറ് പറഞ്ഞിരുന്നു. സാർ യൂട്യൂബിലെ ക്ലാസ്സിൽ കേട്ടായിരുന്നു. അതെന്താണ്? അത് കാലസമ്പൂർണത വന്നപ്പോൾ യേശു അതിന് ടിക്കുഫ എന്ന് പറയും. ടിക്കുഫ എന്ന് പറയും. ദൈവം ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നടക്കുന്നതിനാണ് ടിക്കുഫ. താങ്ക് യു. ഇനി ആഷ സിസ്റ്റർ ചോദിച്ചാൽ, ആഷ എവിടെ നിന്നുള്ള? യു എ നിന്നുള്ളതാണോ അതോ കാനഡയിൽ നിന്നുള്ളതാണോ? യെസ് ആഷ സിസ്റ്റർ ചോദിച്ചാട്ടോ. Sister, please unmute. പാസ്റ്റർ യുഎനെയാ വിളിക്കണേ. ഞാൻ പാസ്റ്ററിനോട് ചോദിച്ചായിരുന്നു ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് എത്ര ദിവസമാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അനുസരിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അനുസരിച്ച് 40 ദിവസത്തിൽ കുറയാതെ എത്ര ദിവസം കൊണ്ട് എടുത്തോണം. 40 ദിവസത്തിൽ കൂടാതെ ഡോണ്ട് ഗോ ബിയോണ്ട് ദാറ്റ്. അതിനെ കുറിച്ച് ബൈബിളില് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും റെഫറൻസ്? ഇല്ല. നിങ്ങൾ ഇത്ര ദിവസം, കാര്യം പക്ഷെ അതിൽ കൂടുതൽ ആരും ഉപവസിക്കാൻ പറഞ്ഞിട്ടില്ല ബൈബിളില്. അതിൽ കൂടുതൽ അത് ഇല്ല. അതുകൊണ്ട് നമുക്ക് 40 ഫിക്സ് ചെയ്യാവുന്ന. താങ്ക് യു. അടുത്തത് ഷാലി ജോൺ. Please unmute Sister Shali. Sister Shali, please switch on your camera as well. Switch on your camera also. Shalom alaikum Babu sir. എന്റെ സംശയം 1 തെസ്സലോനിക്കർ 4 അധ്യായത്തില് നമ്മൾ പറയുന്ന വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയെന്ന് ചെയ്യുന്നു. അപ്പൊ സഭ എടുക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് അത് ദൃശ്യമാകുമോ, അതോ എടുക്കപ്പെടുന്നവർ മാത്രമേ അത് കാണത്തുള്ളൂ? എടുക്കപ്പെടുന്നവർ മാത്രം, വേറെ ആർക്കും ദൃശ്യമല്ല. ഓക്കെ. വലിയ ശബ്ദമാണേലും വേറെ ആർക്കും അത് കാണത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വത്സ പൗലോസ്. Sister Valsa, kindly unmute. Please. അൺമ്യൂട്ട് ചെയ്തോ? ക്യാമറയിൽ വരണേ. സോറി, സാറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. ഏറെ എഡിഫിക്കേഷൻ, ഏറെ തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾക്കായി ദൈവത്തെ നന്ദി പറയുന്നു. എനിവേ സാറേ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്കിലും ഞാൻ എല്ലാം ചോദിക്കുന്നില്ല അതത് സമയത്ത്. ഈ പെന്തക്കോസ്റ്റലിൽ ഞാൻ ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടോണ്ട് എനിക്ക് കൂടുതൽ അറിയത്തില്ല. അഭിഷേകം, ചിലവർ പറയാം അന്യഭാഷയ്ക്ക് അഭിഷേകം എന്ന് പറയുന്നത്. പക്ഷെ ഈ 1 യോഹന്നാനിൽ പറയുമ്പോൾ അഭിഷേകം സകലവും അറിയുന്നു, നിങ്ങൾക്ക് ഇനി ഉപദേഷ്ടകന്മാർ അറിയുന്നില്ല, പരിശുദ്ധനാൽ അഭിഷേകം ചെയ്യുന്ന കർത്താവിനെ പറ്റി പറയുന്ന നന്മകൾ ചെയ്യുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഒക്കെ. ഇത് രണ്ടും ഈ അന്യഭാഷ
ഇതും കൂടെ കൺഫ്യൂസ് ചെയ്ത് പറയുന്നുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ വെക്കാബുലറികള് ഈ പെന്തക്കോസ്ത് സഭയിൽ ഉള്ളത് നമുക്ക് നമ്മുടെ ഇന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തീരാനുള്ള ടൈം ഇനിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് സിസ്റ്റർ കുറെ കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതിനൊക്കെ നല്ല ഇപ്പം പറയാതെ അടുത്ത ദിവസം ഒരു ആദ്യം എടുക്കുന്നില്ല നല്ലത്. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. വേണ്ട നമ്മുടെ ടൈം തീരാതെ അതുകൊണ്ടാണ്. എല്ലാ ആൾക്കാരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയില്ലയോ? ഇനി അവരെ എഴുത്ത് നമ്മൾ ക്ഷമ പരീക്ഷിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ എബ്രഹാം തോമസിന്റെ. അത് കഴിഞ്ഞിട്ട് എബ്രഹാം തോമസ്. യെസ്, Abraham Thomas, sir. Please unmute yourself. സ്തോത്രം പാസ്റ്ററെ. സ്തോത്രം. ഞാൻ റാന്നിയിൽ നിന്നാണ് എബ്രഹാം. സാറ് ഓർക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഓർക്കാനാണ് സാധ്യത. എന്റെ ചോദ്യം പ്രത്യേകിച്ച് പിന്നെ സാറ് പഠിപ്പിച്ചപ്പോൾ ഈ പിന്നെ റാപ്ചറിന് ശേഷം ലെഫ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇന്ന് ഞാനൊരു പിന്നെ ഇംഗ്ലീഷിലൊരു മെസ്സേജ് കേട്ടു. പിന്നെ ലെഫ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള ആവുന്നവര് പ്ലീസ് പിന്നെ ഒരു ബൈബിളും കുറച്ച് വെള്ളവും കരുതിക്കൊണ്ട് ഒരു ഏതെങ്കിലും കേവിൽ പോയി പിന്നെ ഇരിക്കണമെന്ന് ഇങ്ങനൊരു മെസ്സേജ് ഞാൻ കേട്ടു. അപ്പൊ ഈ ലെഫ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ ഈ വിശ്വാസികൾ എല്ലാവരും എടുക്കപ്പെടുമോ, അതോ കുറച്ചു പേര് ലെഫ്റ്റ് ബിഹൈൻഡ് ആകുമോ? അവരുടെ കാര്യം എന്താകുമെന്നൊന്ന് ഓടിച്ചു പറയാമേ. ഒത്തിരിയും ക്രിസ്ത്യാനികൾ ലെഫ്റ്റ് ബിഹൈൻഡ് ആകും. അവർക്ക് പക്ഷേ അങ്ങനെ അവർ തള്ളപ്പെടത്തില്ല. അവർക്ക് നരകം ഉറപ്പാണ്. സ്വർഗത്തിൽ പോയിരുന്നുകൊണ്ട് എങ്ങും പോകാതിരിക്കത്തില്ല, നരകത്തിൽ പോകാം. ഈ മഹോദര കാലത്ത് വലിയ രക്ഷാപ്രവർത്തനം നടക്കും. ഇവർ രക്ഷിക്കപ്പെടത്തില്ല. ഇവര് സുവിശേഷം കേട്ടിട്ടും സുവിശേഷ വചനപ്രകാരം ജീവിക്കാഞ്ഞത് കൊണ്ട് അവർ കൈവിടപ്പെട്ടു പോയവർ. പക്ഷെ സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല, അറിയാനും കഴിഞ്ഞില്ല, പള്ളിയിൽ പോകാനും കഴിയാത്ത പരകോടി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം ഭൂമി നടക്കും. പക്ഷെ ഒരെണ്ണം രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴാകുന്ന സുപ്രധാന കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്.